എല്ലാവർക്കും നമസ്കാരം. അലൈൻ ബുക്സ് സോഫ്റ്റ്വെയറിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം അലൈൻ ബുക്സ് സോഫ്റ്റ്വെയറിലെ സെയിൽസ് മോഡ്യൂൾ വിശദമായി കാണാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ സെയിൽസ് ഏതൊരു ബിസിനസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, കാരണം അതാണ് ലാഭം ഉണ്ടാക്കുന്നത്. അതിനാൽ നാം ഇതുമായി മുന്നോട്ട് പോവാം. സെയിൽസ് മോഡ്യൂളിൽ കസ്റ്റമർ ഓൺബോർഡിംഗ്, എസ്റ്റിമേറ്റ്, സെയിൽസ് ഓർഡർ, ഡിസ്പാച്ച്, സെയിൽസ് റിട്ടേൺ, സെയിൽസ് വൗച്ചർ എന്നിങ്ങനെയുള്ള നിരവധി ജോലികൾ ചെയ്യേണ്ടതുണ്ട്. സെയിൽസിൽ എനിക്ക് നിരവധി വൗച്ചറുകൾ ഉണ്ട്. എന്നാൽ അതിനു മുമ്പ് സെയിൽസുമായി ബന്ധപ്പെട്ട ചില കോൺഫിഗറേഷൻ സെറ്റിംഗുകൾ ഉണ്ട്. അതിനാൽ ആദ്യം സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ കോൺഫിഗറേഷൻ സെറ്റിംഗുകളും ഞാൻ വിശദീകരിക്കും. കോൺഫിഗറേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് നടന്നത് ക്ലിക്ക് ചെയ്യണം, തുടർന്ന് ഡെർക്കല് ദാന്യം, പിന്നെ ദാത് ദാന്നത് എന്നിങ്ങനെ പോകണം. അപ്പോൾ ആദ്യ ഓപ്ഷൻ കസ്റ്റമർ ലേബലാണ്. ഇവിടെ വ്യത്യസ്ത ബിസിനസ്സുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് പലതരം ലേബലുകൾ ലഭ്യമാണ്. ചില കസ്റ്റമർമാരെ ക്ലയന്റുകൾ എന്ന് വിളിക്കും, ചിലരെ കസ്റ്റമർമാർ, ചിലരെ മെമ്പർമാർ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെയും വിളിക്കും. നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യാനുസരണം നിങ്ങളുടെ കസ്റ്റമർമാർക്ക് നിങ്ങൾക്ക് ഏത് ലേബലും ഉപയോഗിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ലോജിസ്റ്റിക് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ സെയിൽസ് വൗച്ചറുകളിൽ ലോജിസ്റ്റിക് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സെയിൽസ് വൗച്ചറിന്റെ അടിയിൽ ലോജിസ്റ്റിക്സ് സെക്ഷൻ ലഭിക്കും. ഇത് ഡീഫോൾട്ടായി എനേബിൾ ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് എനേബിൾ ചെയ്യാം. മൂന്നാമതായി ക്രെഡിറ്റ് കൺട്രോൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഓപ്ഷൻ വഴി അത് ചെയ്യാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ ഓൺബോർഡ് ചെയ്യുമ്പോഴും കസ്റ്റമർ മാസ്റ്ററിൽ ക്രെഡിറ്റ് കൺട്രോൾ ക്രൈറ്റീരിയ നിങ്ങൾക്ക് വ്യക്തമാക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം ഈ ഫീച്ചർ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും കഴിയും. നാലാമതായി ഡോക്യുമെന്റ് ക്ലാസിഫിക്കേഷൻ എന്നതുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കസ്റ്റമർമാർ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റുകൾക്ക് ക്ലാസിഫിക്കേഷനുകൾ സൃഷ്ടിക്കാനും സെയിൽസ് ഇൻവോയ്സുകൾ കാറ്റഗറൈസ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കാം. ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അതിനുശേഷം സെയിൽസ് വൈസ് ബില്ലിംഗും ഏജന്റ് വൈസ് ബില്ലിംഗും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കാം. നിങ്ങൾ സെയിൽസ് വൈസ് ബില്ലിംഗ് എനേബിൾ ചെയ്താൽ ഡോക്യുമെന്റ് ലെവലോ അറ്റം ലെവലോ എന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഡോക്യുമെന്റ് ലെവൽ എന്നത് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു സെയിൽസ് ബിൽ സൃഷ്ടിക്കുമ്പോൾ സെയിൽസ്മാന്റെ പേരിൽ ഒരു ഫീൽഡ് എനേബിൾ ചെയ്യപ്പെടും. ആ ഇൻവോയ്സിനായി നിങ്ങൾ ഒരു സെയിൽസ്മാനെ തിരഞ്ഞെടുക്കും. അറ്റം ലെവൽ എന്നത് അർത്ഥമാക്കുന്നത് നിങ്ങൾ സെയിൽസ് ഇൻവോയ്സ് സൃഷ്ടിച്ച അറ്റങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ അറ്റത്തിനും പ്രത്യേകം സെയിൽസ്മാനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അടുത്തതായി സെയിൽസ്മാൻ വൈസ് ബില്ലിംഗ് ഉണ്ട്. ഇവിടെയും നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്, ഡോക്യുമെന്റ് ലെവലും അറ്റം ലെവലും. ഡോക്യുമെന്റ് ലെവലിൽ സെയിൽസ്മാൻ ഫീൽഡ് സെയിൽസ് ഇൻവോയ്സ് തയ്യാറാക്കുമ്പോൾ എനേബിൾ ചെയ്യപ്പെടും. നിങ്ങൾ ഇൻവോയ്സിനായി സെയിൽസ്മാനെ തിരഞ്ഞെടുക്കും. അറ്റം ലെവലിൽ നിങ്ങൾ ഓരോ അറ്റവും തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രത്യേക അറ്റത്തിനായി സെയിൽസ്മാനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുപോലെ ഏജന്റ് വൈസ് ബില്ലിംഗും എനേബിൾ ചെയ്യാൻ കഴിയും, പക്ഷേ ഇത് ഡോക്യുമെന്റ് ലെവലിൽ മാത്രം ഒരു ഓപ്ഷനായി ലഭ്യമാണ്. അതായത് മുഴുവൻ സെയിലിനും ഒരു ഏജന്റിനെ മാത്രം തിരഞ്ഞെടുക്കാം. അറ്റം ലെവലിൽ ഇത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏജന്റ് വൈസ് ബില്ലിംഗ് എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കഴിയും. അതിനുശേഷം നമുക്ക് ടാക്സും നിരക്കുകളും ഉണ്ട്. നിങ്ങളുടെ സെയിൽസ് വൗച്ചറുകളിൽ ടാക്സ് കണക്കാക്കൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് ഈ സെറ്റിംഗ് നിയന്ത്രിക്കുന്നു. ഇത് ഇൻക്ലൂസീവ് ടാക്സ് ആയിരിക്കാം, അതായത് ടാക്സ് തുക അറ്റം വിലയിൽ ഉൾപ്പെടുത്തിയിരിക്കും, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിരിക്കാം, അതായത് ടാക്സ് വിലയ്ക്ക് മുകളിൽ ചേർക്കും, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ബേസ്ഡ് ആയിരിക്കാം. ഡോക്യുമെന്റ് ബേസ്ഡ് എന്നത് നിങ്ങൾ ഒരു സെയിൽസ് ഇൻവോയ്സ് സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾ അനുസരിച്ച് ടാക്സ് കണക്കാക്കൽ ഇൻക്ലൂസീവ് ആക്കണമോ എക്സ്ക്ലൂസീവ് ആക്കണമോ തത്സമയം തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ടാക്സ് കണക്കാക്കൽ ഇൻക്ലൂസീവ് ആകാമോ എക്സ്ക്ലൂസീവ് ആകാമോ സ്ഥിരപ്പെടുത്താം, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ബേസ്ഡ് ഓപ്ഷനിലൂടെ അത് ഫ്ലെക്സിബിൾ ആക്കാം. അവസാനമായി സെയിൽസ് സ്റ്റോക്ക് പോസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ സ്റ്റോക്ക് എപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്നു. നിങ്ങൾക്ക് സെയിൽസ് ഓർഡർ സൃഷ്ടിക്കുന്ന സമയത്തോ ഡിസ്പാച്ച് സമയത്തോ അല്ലെങ്കിൽ ഇൻവോയ്സ് സൃഷ്ടിക്കുന്ന സമയത്തോ സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഇൻവോയ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സെയിൽസ് ഇൻവോയ്സ് സൃഷ്ടിക്കുമ്പോൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ ഈ ഡിസ്പാച്ച് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡിസ്പാച്ച് സമയത്താണ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതി ഫസ്റ്റ് ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം സൃഷ്ടിക്കുന്ന ഡോക്യുമെന്റിൽ, അതായത് ഡിസ്പാച്ചോ ഇൻവോയ്സോ, സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇതോടെ സെയിൽസ് മോഡ്യൂളുമായി ബന്ധപ്പെട്ട എല്ലാ കോൺഫിഗറേഷൻ സെറ്റിംഗുകളും ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കനുസരിച്ച് സെയിൽസ് എങ്ങനെ സജ്ജീകരിക്കാമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായൊരു ധാരണ ഇതിലൂടെ ലഭിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അടുത്ത ഭാഗത്തിൽ നാം സെയിൽസ് ഇൻവോയ്സുകളും ഓർഡറുകളും സൃഷ്ടിക്കൽ, രസീത് മാനേജ്മെന്റ്, സെയിൽസ് മോഡ്യൂളിലെ മറ്റ് ഫീച്ചറുകൾ എന്നിവയിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കും. അതിനുശേഷം സെയിൽസ് റിട്ടേൺ സ്റ്റോക്ക് പോസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടെ സമാനമാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് ഘട്ടത്തിലാണ് എന്ന് തീരുമാനിക്കാം. സെയിൽസ് റിട്ടേൺ സമയത്തോ, ചാലഞ്ച് സമയത്തോ, അല്ലെങ്കിൽ ആദ്യ ഡോക്യുമെന്റ് സമയത്തോ. അതിനാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടാബ് അനുസരിച്ച് ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കാം. അടുത്തത് റൗണ്ട് ഓഫ് ഓപ്ഷനാണ്. ഇവിടെ റൗണ്ടിംഗ് എങ്ങനെ നടക്കണം എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഒരിക്കൽ മാത്രമോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത 10-100 സംഖ്യയിലേക്കോ റൗണ്ട് ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റ് ഓപ്ഷനിൽ അടിസ്ഥാനമിട്ടുള്ള പോസ്റ്റിംഗ് ലെഡ്ജർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ടാക്സ് ലെഡ്ജർ വൗച്ചറിൽ അടിസ്ഥാനമിട്ടോ അല്ലെങ്കിൽ അറ്റത്തിൽ അടിസ്ഥാനമിട്ടോ പോസ്റ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നു. വൗച്ചർ അടിസ്ഥാനമാക്കിയുള്ളത് എന്നത് വൗച്ചർ സൃഷ്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രത്യേക ടാക്സ് തിരഞ്ഞെടുക്കുന്നു. അതേ ടാക്സ് മുഴുവൻ വൗച്ചറിനും ബാധകമാകും എന്നതാണ്. മറ്റൊരു വശത്ത് അറ്റത്തിൽ അടിസ്ഥാനമിട്ടുള്ള പോസ്റ്റിംഗ് ലെഡ്ജർ എന്നത് നിങ്ങൾക്ക് വിൽപ്പന നികുതി ടെക്സ്റ്റ് അടിസ്ഥാനമിലോ അല്ലെങ്കിൽ ഓരോ അറ്റത്തിന്റെയും അടിസ്ഥാനമിലോ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന അർത്ഥം. അതിനാൽ നിങ്ങളുടെ ബിസിനസ് പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുശേഷം പർച്ചേസ് മാർക്കപ്പിൽ അടിസ്ഥാനമിട്ടുള്ള സെയിൽസ് റേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വാങ്ങിയ നിരക്കിന് മുകളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്ന മാർക്കപ്പ് ശതമാനം വ്യക്തമാക്കാം. ഉദാഹരണത്തിന് വാങ്ങിയ നിരക്കിൽ നിന്ന് 10% അധികം. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തതിനു ശേഷം മാർക്കപ്പ് എങ്ങനെ കണക്കാക്കണമെന്ന് വാങ്ങിയ നിരക്കിൽ ആണോ, ചെലവിൽ ആണോ, അല്ലെങ്കിൽ MRPയിൽ ആണോ തിരഞ്ഞെടുക്കാൻ കഴിയും. ഇവിടെ മാർക്കപ്പ് റൗണ്ട് ഓഫ് എന്ന ഓപ്ഷനുമുണ്ട്. മാർക്കപ്പ് കണക്കാക്കിയതിനു ശേഷം നിങ്ങളുടെ നിരക്കുകളിൽ ഡെസിമലുകൾ ഉണ്ടെങ്കിൽ അവ ഇവിടെ റൗണ്ട് ഓഫ് ചെയ്ത് ലളിതമാക്കാം. അടുത്തതായി സ്റ്റോക്കിന് ഒന്നിലധികം MRP ഉണ്ടെങ്കിൽ വിൽപ്പനയിൽ ഏത് MRP തിരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഓപ്ഷനും നിങ്ങൾക്ക് ലഭ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 3 വ്യത്യസ്ത MRPകളോടെ ഒരു ഉൽപ്പന്നം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ വഴി വിൽപ്പന സമയത്ത് മൾട്ടിപ്പിൾ MRP വിൻഡോ എനേബിൾ ചെയ്യാം. അതിനാൽ നിങ്ങൾ ആ ഉൽപ്പന്നം വിൽക്കുമ്പോൾ ആ 3 MRPകളും കാണിക്കും. അതിൽ നിന്നു ആ വിൽപ്പനയ്ക്ക് ശരിയായ MRP തിരഞ്ഞെടുക്കാൻ കഴിയും. അതിനുശേഷം പാരന്റ് കമ്പനി അടിസ്ഥാനമാക്കിയുള്ള സെയിൽസ് റേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പാരന്റ് ചൈൽഡ് കമ്പനി സജ്ജീകരണം ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ ഓപ്ഷൻ പ്രയോജനപ്പെടും. ബില്ലിംഗ് സമയത്ത് പർച്ചേസ് റേറ്റ് കാണിക്കാൻ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഇത് എനേബിൾ ചെയ്താൽ ബില്ലിംഗ് സമയത്ത് നിങ്ങളുടെ പർച്ചേസ് റേറ്റുകൾ കാണാൻ കഴിയും. ഇത് ചെലവ് കൂടുതൽ നന്നായി ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. അവസാനമായി സെയിൽസിൽ അവസാനമായി വാങ്ങിയ ഡേറ്റുകൾ കാണിക്കുന്ന ഒരു ഓപ്ഷനുമുണ്ട്. ഇവിടെ അവസാനമായി വാങ്ങിയ ഡേറ്റുകൾ എവിടെയാണ് കാണിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാം. വിൽപ്പനയിൽ മാത്രം, വാങ്ങലിൽ മാത്രം, രണ്ടിലും, അല്ലെങ്കിൽ എവിടെയും കാണിക്കേണ്ടതില്ല. അതുപോലെ അവസാനമായി വിൽപ്പന ചെയ്ത ഡേറ്റ് കാണിക്കുന്ന ഒരു ഓപ്ഷനുമുണ്ട്. ഇത് നിങ്ങളുടെ സെയിൽസ് റേറ്റ് എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് പാർട്ടി അടിസ്ഥാനത്തിൽ, അറ്റം അടിസ്ഥാനത്തിൽ എന്നിങ്ങനെ. ഉദാഹരണത്തിന് നിങ്ങൾ പാർട്ടിയറ്റം മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിക്ക് ഒരു പ്രത്യേക ഉൽപ്പന്നം വിൽക്കുമ്പോൾ ആ പാർട്ടിക്ക് ആ അറ്റത്തിനായി നിങ്ങൾ അവസാനമായി നൽകിയ റേറ്റ് സെയിൽസ് സ്ക്രീനിന്റെ അടിയിൽ കാണിക്കും. കൂടാതെ ലോവ് 2 എവർ സെയിൽസിനായി പ്രൊമോഷനുകൾ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. അത് അർത്ഥമാക്കുന്നത് ലോവ് 2 എവർ സെയിൽസിനിടയിൽ പ്രൊമോഷൻ റൂളുകൾ പ്രയോഗിക്കാം. ഇത് ഡിസ്കൗണ്ടുകളും ഓഫറുകളും മാനേജ് ചെയ്യുന്നതിന് ഉപകാരപ്പെടും. അവസാനമായി ബില്ലിംഗ് സമയത്ത് നിർദ്ദേശിച്ചും സമാനവുമായ അറ്റങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഇത് ഇൻവോയ്സ് സൃഷ്ടിക്കുമ്പോൾ സെയിൽസ്മാനെ അനുയോജ്യമായതോ സമാനമായതോ ആയ അറ്റങ്ങൾ നിർദ്ദേശിച്ച് ബില്ലിംഗ് പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ അടുത്തതായി നിർദ്ദേശിച്ചും സമാനവുമായ അറ്റങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ബില്ലിംഗ് സമയത്ത് നിർദ്ദേശിച്ച അറ്റങ്ങൾ ലഭിക്കാൻ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾ ഡാറ്റ ഓൾ ബില്ലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് അനുബന്ധമായതോ സമാനമായതോ ആയ കാട്ടൺ പോലുള്ള ഉൽപ്പന്നങ്ങൾ സോഫ്റ്റ്വെയർ നിർദ്ദേശിക്കും. ഇത് ബില്ലിംഗും ക്രോസ് സെല്ലിംഗും വേഗത്തിലാക്കാൻ സഹായിക്കും. അതിനുശേഷം നമുക്ക് സെയിൽസ് കസ്റ്റം ഫീൽഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സെയിൽസ് വൗച്ചറിൽ അധിക വിവരങ്ങളോ കസ്റ്റം ഇൻപുട്ടോ ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്യാം. നിങ്ങൾ ഫീൽഡിന്റെ പേര് വ്യക്തമാക്കാം. അതിനുശേഷം നിങ്ങൾ സെയിൽസ് വൗച്ചർ സൃഷ്ടിക്കുമ്പോഴും ഏതെങ്കിലും സെയിൽസ് മൊഡ്യൂൾ വൗച്ചർ ഉപയോഗിക്കുമ്പോഴും ഈ കസ്റ്റം ഫീൽഡ് പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ കസ്റ്റമർ കസ്റ്റം ഫീൽഡ് എന്ന ഓപ്ഷനുമുണ്ട്. ഒരു കസ്റ്റമറെ ഓൺബോർഡ് ചെയ്യുമ്പോൾ കസ്റ്റമർ മാസ്റ്ററിൽ നിരവധി മുൻകൂട്ടി നിർവചിച്ച ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷേ അവയിൽ ഒന്നും നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെ ഒരു കസ്റ്റം ഫീൽഡ് എനേബിൾ ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ടെസ്റ്റ് എന്ന പേരിൽ ഒരു കസ്റ്റം ഫീൽഡ് സൃഷ്ടിച്ച് അതിന്റെ ഫീൽഡ് ടൈപ്പ് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഒരു സ്ട്രിംഗ്, ന്യൂമറിക്, കറൻസി, മെഷർ അല്ലെങ്കിൽ ഡേറ്റ് ആകാം.
അടുത്തതായി പോസ്റ്റ് കസ്റ്റമർ കസ്റ്റം ഫീൽഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. മുൻപുള്ളതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമർ മാസ്റ്ററിൽ കസ്റ്റം ഫീൽഡുകൾ ചേർക്കാൻ ഇത് അനുവദിക്കുന്നു. അതിനുശേഷം മിസലേനിയസ് ഫീൽഡുകൾ ഉണ്ട്. ബില്ലിംഗ് സമയത്ത് അറ്റം ഗ്രിഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കാനോ കുറയ്ക്കാനോ ആവശ്യമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അധിക ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സ്കീം പോലുള്ളവ, ഇവ ഉപകാരപ്രദമാണ്. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഒരു ഡിസ്കൗണ്ട് ഫീൽഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡ് ഞാൻ ഒരു സെയിൽസ് വൗച്ചർ അല്ലെങ്കിൽ മറ്റ് സെയിൽസ് സംബന്ധമായ വൗച്ചർ അറ്റം ഗ്രിഡിൽ സൃഷ്ടിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒരു മിസലേനിയസ് ഫീൽഡ് സൃഷ്ടിക്കാൻ അതിന് ഒരു പേര് നൽകുക, ടാക്സ് ബിഹേവിയർ തിരഞ്ഞെടുക്കുക, അത് ടാക്സിന് മുമ്പാണോ ശേഷമാണോ ബാധകമാകുന്നത്, കാൽക്കുലേഷൻ അടിസ്ഥാനമാക്കിയാണോ ഫിക്സഡ് എമൗണ്ടാണോ എന്നത് തീരുമാനിക്കുക. നിങ്ങൾക്ക് ശതമാനമോ ഫിക്സഡ് എമൗണ്ടോ കണക്കാക്കണമോ, ഏത് മൂല്യത്തെ അടിസ്ഥാനമാക്കി കണക്കാക്കണമോ എന്നതും നിർദ്ദിഷ്ടമാക്കാം. അത് ബേസിക് വാല്യൂ ആയിരിക്കാം, റണ്ണിംഗ് ടോട്ടൽ ആയിരിക്കാം, ക്വാണ്ടിറ്റി ആകാം, അല്ലെങ്കിൽ പെഗ് ക്വാണ്ടിറ്റി ആകാം. അതിനുശേഷം നിങ്ങൾ പോസ്റ്റിംഗ് ജിഎൽ അക്കൗണ്ട് തിരഞ്ഞെടുക്കണം, അതായത് ഈ തുക നിങ്ങളുടെ ലെഡ്ജറിൽ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിർണ്ണയിക്കുക. അവസാനമായി ഈ ഫീൽഡ് ഒരു കുറവ്, ഡിഡക്ഷൻ, കൂട്ടിച്ചേർക്കൽ, അഡിഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വാല്യൂ ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അടുത്തതായി ഡോക്യുമെന്റ് ലെവലിൽ ബില്ലിംഗ് സെറ്റപ്പ് ഉണ്ട്. നിങ്ങളുടെ മുഴുവൻ ബില്ലിലും എന്തെങ്കിലും ചേർക്കാനോ കുറയ്ക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഫ്രൈറ്റ് നിരക്ക് ഈടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അധിക ഡിസ്കൗണ്ട് നൽകണമെങ്കിൽ, ഇവിടെ അതിൻ്റെ ഫീൽഡുകൾ എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാം. ഇതിൽ ഫ്രൈറ്റ് ചാർജുകൾ, ബിൽ ഡിസ്കൗണ്ടുകൾ, റിബേറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് വൗച്ചറിൽ ചേർക്കാനോ കുറയ്ക്കാനോ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അധികം ഉൾപ്പെടാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ജംദ്, അതായത് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്, സെയിൽസ് ഇൻവോയ്സിൽ ജംദ് ഈടാക്കാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കാതുണിതെ ഫീൽഡിന്റെ പേര് നൽകിയിട്ടുണ്ട്. ടാക്സ് ബിഹേവിയർ ബോർഡിനെ ഡമന്ത് ആയി തിരഞ്ഞെടുക്കുകയും കാൽക്കുലേഷൻ ടൈപ്പ് ടാക്സോടുകൂടിയ റണ്ണിംഗ് ടോട്ടലിൽ നിന്ന് കണക്കാക്കുന്ന ഫിക്സഡ് എമൗണ്ട് ആയി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോസ്റ്റിംഗ് ഏത് അക്കൗണ്ട് തിരഞ്ഞെടുക്കുന്നു. ഇത് ഒഴിവാക്കി വെച്ചാൽ എമൗണ്ട് ഡിഫോൾട്ടായി നിങ്ങളുടെ സെയിൽസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇത് ഒരു പ്രത്യേക ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ഡംദ് ദേദ് അല്ലെങ്കിൽ ഡംദ് വാഹനം. ഇത് ഒരു ആഡ് ചെയ്യലാണോ അല്ലെങ്കിൽ കുറയ്ക്കലാണോ, പാർട്ടി അടിസ്ഥാനത്തിലോ ഡോക്യുമെന്റ് അടിസ്ഥാനത്തിലോ ബാധകമാണോ എന്നതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇതോടെ നിങ്ങളുടെ സെയിൽസ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാന കോൺഫിഗറേഷൻ പൂർത്തിയാകുന്നു. ഇപ്പോൾ ഞാൻ ഈ സെറ്റപ്പ് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സെയിൽസിലേക്ക് വരാം. ആദ്യം ഞങ്ങൾക്ക് കസ്റ്റമർ ഓൺബോർഡിംഗ് ആണ്. നിങ്ങൾ സെയിൽസ് ക്ലിക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ഒരു പുതിയ കസ്റ്റമറെ എങ്ങനെ സൃഷ്ടിച്ച് ഓൺബോർഡ് ചെയ്യാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഒരു പുതിയ കസ്റ്റമറെ സൃഷ്ടിക്കാൻ ന്യൂ കസ്റ്റമർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ മാസ്റ്റർ വിൻഡോ തുറക്കും. ഇവിടെയുള്ള ആദ്യവും ഏറ്റവും രസകരവുമായ ഓപ്ഷൻ GST നമ്പർ ഫെച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് കസ്റ്റമറുടെ GST നമ്പർ ഉണ്ടെങ്കിൽ അത് നൽകുകയും GST നമ്പറിൽ നിന്ന് ഇൻപുട്ട് ഇൻഫോ ഫെച്ച് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. പാർട്ടി നെയിം, പിൻ നമ്പർ, വിശദമായ അഡ്രസ്, സ്റ്റേറ്റ്, മറ്റ് വിവരങ്ങൾ എന്നിവയൊക്കെ ആ GST നമ്പറുമായി ബന്ധപ്പെട്ട GST പോർട്ടലിൽ നിന്ന് സ്വയമേവ ഫെച്ച് ചെയ്യപ്പെടും. ഇത് വളരെ സമയം ലാഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടെറിറ്ററി പോലുള്ള മറ്റ് ചില വിവരങ്ങൾ പൂരിപ്പിക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഒന്നിലധികം ടെറിറ്ററികളും കസ്റ്റമർ വിഭാഗങ്ങളും സൃഷ്ടിക്കാം. ഒരു പുതിയ കസ്റ്റമർ വിഭാഗം സൃഷ്ടിക്കണമെങ്കിൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിഭാഗം ഇവിടെ ചേർക്കാം. അതിനുശേഷം GST നമ്പർ ഫീൽഡും അതിന് പിന്നാലെ കസ്റ്റമറുടെ GST വിഭാഗവും ഉണ്ട്. ഈ വിഭാഗം രജിസ്റ്റർ ചെയ്തതോ രജിസ്റ്റർ ചെയ്യാത്തതോ കോമ്പോസിഷൻ ഡീലറോ ഡെമെ എക്സ്പോർട്ട് ഹൗസോ അല്ലെങ്കിൽ ഓവർസീസ് പാർട്ടിയോ ആകാം. നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. ഈ പാർട്ടിയുടെ GST നമ്പർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായി ഒരു ചെക്ക് ബോക്സ് ഇവിടെ അടയാളപ്പെടുത്താം. നിങ്ങൾക്ക് പിൻ നമ്പറും ഇവിടെ നൽകാം. അതിനുശേഷം ഈ പാർട്ടിക്ക് വേണ്ടി ടാക്സ് സ്റ്റേ സെറ്റ് ചെയ്യാം. അത് എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആകാം. നിങ്ങൾക്ക് ടാക്സ് കണക്കുകൂട്ടൽ പാർട്ടി അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യാനും കഴിയും. ഈ കസ്റ്റമറിൽ നിന്ന് അരുത് ഈടാക്കണമെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്യാം. നിങ്ങൾ അത് എനേബിൾ ചെയ്താൽ TDS സെക്ഷൻ താഴെ പ്രത്യക്ഷപ്പെടും. അവിടെ നിങ്ങൾക്ക് TDS സെക്ഷൻ തിരഞ്ഞെടുക്കാനും TDS തുക വ്യക്തമാക്കാനും കഴിയും. അടുത്തതായി കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ ഉണ്ട്. അതിൽ ബില്ലിംഗ്, ഷിപ്പിംഗ് വിവരങ്ങൾ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് വിലാസം, രാജ്യം, സംസ്ഥാനം, നഗരം, പിൻകോഡ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി കൂടാതെ ലോങ്കിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് എന്നിവയും ഉൾപ്പെടുന്നു. ഇവ പിൻകോഡ് അടിസ്ഥാനമാക്കി സ്വയം പൂരിപ്പിക്കും. കസ്റ്റമറിന് വേറൊരു ഷിപ്പിംഗ് വിലാസം ഉണ്ടെങ്കിൽ അത് ഇവിടെ നൽകാം. അല്ലെങ്കിൽ ബില്ലിംഗ് വിലാസം ഷിപ്പിംഗിലേക്ക് പകർത്താനും കഴിയും. അതിനുശേഷം ഒരു റൂട്ട് മാപ്പ് ഓപ്ഷനുണ്ട്.
ഈ കസ്റ്റമറിനായി നിങ്ങൾക്ക് ഒരു റൂട്ട് സൃഷ്ടിക്കാം. ഇത് സെയിൽസ്മാൻ അടിസ്ഥാനത്തിലുള്ള ബില്ലിംഗും കളക്ഷനും ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാണ്. നിങ്ങളുടെ സെയിൽസ്മാൻ ഈ റൂട്ടിൽ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽസ്മാൻ കസ്റ്റമറുടെ ലൊക്കേഷനിൽ സന്ദർശിച്ചോ ഇല്ലയോ എന്ന് ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. അങ്ങനെ നിങ്ങൾ കസ്റ്റമർ മാസ്റ്ററും സെയിൽസ് പ്രൈസ് ലിസ്റ്റും പൂരിപ്പിച്ച ശേഷം സെയിൽസ് ഡോക്യുമെന്റുകളിലേക്ക് നീങ്ങാം. ആദ്യ ഡോക്യുമെന്റ് തരം എസ്റ്റിമേറ്റാണ്. ചില കസ്റ്റമർമാർ ഇതിനെ കൊട്ടേഷൻ എന്ന് വിളിക്കും, പക്ഷേ അവ രണ്ടും അടിസ്ഥാനത്തിൽ ഒരേതാണ്. നിങ്ങൾ എസ്റ്റിമേറ്റിൽ ക്ലിക്ക് ചെയ്താൽ എസ്റ്റിമേറ്റ് വിൻഡോ തുറക്കും. ഇവിടെ ആദ്യം നിങ്ങൾക്ക് തരം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇത് ഒരു ടാക്സ് ഇൻവോയ്സ്, എക്സ്പോർട്ട് ബോണ്ടഡ് ഇൻവോയ്സ്, നോൺ എക്സ്പോർട്ട് ഇൻവോയ്സ്, ഇകൊമേഴ്സ് സപ്ലൈ, ബിൽ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ബ്രാഞ്ച് ട്രാൻസ്ഫർ ആയിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ശരിയായ വിഭാഗം അല്ലെങ്കിൽ തരം ഇവിടെ തിരഞ്ഞെടുക്കാം. അടുത്തത് കസ്റ്റമർ ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നാം ഇതിനകം സൃഷ്ടിച്ച ഒരാളെ. കസ്റ്റമർ മാസ്റ്ററിൽ കസ്റ്റമറുടെ ഇമെയിൽ ഐഡി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഫീൽഡിൽ സ്വയമേവ പൂരിപ്പിക്കും. അതിനുശേഷം കറൻസി ഓപ്ഷനുണ്ട്. നിങ്ങൾ പല കറൻസികളിലും ബിൽ സൃഷ്ടിക്കുന്നുവെങ്കിൽ ഇവിടെ കറൻസി തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് $, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപ. നിങ്ങൾ വിദേശ കറൻസി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൺവേർഷൻ റേറ്റ് വ്യക്തമാക്കാം. ഇന്ത്യൻ രൂപയ്ക്ക് കൺവേർഷൻ റേറ്റ് സ്വതേ 1 ആയിരിക്കും. അടുത്തതായി എസ്റ്റിമേറ്റ് തീയതി, എസ്റ്റിമേറ്റ് നമ്പർ എന്നിവ നൽകുക. ഈ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റഫറൻസ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ റഫറൻസ് നമ്പറും തീയതിയും ഇവിടെ പറയാം. നികുതി കണക്കാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നാം ഡോക്യുമെന്റ് നികുതിയോടെ സജ്ജമാക്കിയതിനാൽ ഈ എസ്റ്റിമേറ്റിനായി നികുതി എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അടുത്തത് ബില്ലിംഗ് വിവരങ്ങളാണ്. ബില്ലിംഗ് അഡ്രസ് കസ്റ്റമർ മാസ്റ്ററിൽ നിന്ന് സ്വയമേവ വരും. ആവശ്യമായാൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾക്ക് GST വിശദാംശങ്ങളും കോൺടാക്ട് പേഴ്സണും കാണാം. ഷിപ്പിംഗ് അഡ്രസ്സിനായി കസ്റ്റമർക്ക് ഒന്നിലധികം ഷിപ്പിംഗ് അഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ ഷിപ്ഡ് മാസ്റ്റർ സൃഷ്ടിക്കാം. അത് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞാൻ നിങ്ങളെ നയിക്കും. ഉദാഹരണത്തിന് ലോവ് ആൻഡ് ഹേച്ചറത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് ഡൽഹിയിൽ പോലുള്ള ഒന്നിലധികം ഷിപ്പിംഗ് അഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ +ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ഷിപ്ഡ് അഡ്രസ് ചേർക്കാം. നിങ്ങൾ നിയമപരമായ പേര് പറയേണ്ടതുണ്ട്. സാധാരണയായി ഇത് പ്രൈമറിയത് തന്നെയായിരിക്കും. ആ അഡ്രസ്സിന് GST നമ്പർ വ്യത്യസ്തമാണെങ്കിൽ അതനുസരിച്ച് GST നമ്പറും രജിസ്റ്റർ ചെയ്ത പേരും നൽകുക. അതിനുശേഷം അഡ്രസ് വിശദാംശങ്ങൾ നൽകുക. സംസ്ഥാനം, നഗരം, പിൻകോഡ്. ഉദാഹരണത്തിന് ഡൽഹി, ന്യൂ ഡൽഹി 1120 എന്നിങ്ങനെ നൽകി സേവ് ചെയ്യുക. ഈ പാർട്ടിക്കായി നിങ്ങൾ ഒരു എസ്റ്റിമേറ്റ് സൃഷ്ടിക്കുമ്പോൾ ഒന്നിലധികം ഡിസ്പാച്ച് അഡ്രസ്സുകളിൽ നിന്ന് അനുയോജ്യമായ ഷിപ്പിംഗ് അഡ്രസ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അടുത്തതായി പേയ്മെന്റ് ടേംസ് എന്ന ഫീൽഡ് ഉണ്ട്. നിങ്ങൾ കസ്റ്റമർ മാസ്റ്ററിൽ പേയ്മെന്റ് ടേംസ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സ്വയമേവ എത്തിച്ചേരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ടേംസ് മാനുവലായി തിരഞ്ഞെടുക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ 15 ദിവസത്തെ പേയ്മെന്റ് ടേം സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് യബചേന അല്ലെങ്കിൽ അതിൽ തദിരത്സെ ഉൾപ്പെടെ ഇന്റഗ്രേഷനുകൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ നിന്ന് പേയ്മെന്റ് ലിങ്കുകൾ സൃഷ്ടിക്കാം. പേടിഎം തിരഞ്ഞെടുക്കുക. എസ്റ്റിമേറ്റ് സേവ് ചെയ്താൽ പേയ്മെന്റ് ലിങ്ക് സ്വയമേവ സൃഷ്ടിക്കപ്പെടും. ഇപ്പോൾ അറ്റം ഗ്രിഡ് സെക്ഷനിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ 3 ഡോട്ടുകളുള്ള ഒരു മെനു ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിരവധി ഓപ്ഷനുകൾ ലഭിക്കും. ഫാസ്റ്റ് ബില്ലിംഗ് എന്നത് ഒരു ഉപകാരപ്രദമായ ഓപ്ഷനാണ്. നിങ്ങൾക്ക് പല അറ്റങ്ങളും ആ രീതിയിൽ ഗ്രൂപ്പും കാറ്റഗറിയും ആയി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പും കാറ്റഗറിയും തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഗ്രൂപ്പും കാറ്റഗറിയും തിരഞ്ഞെടുക്കുമ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന അറ്റങ്ങൾ മാത്രം കാണിക്കും. ലിസ്റ്റിൽ നിന്ന് അറ്റങ്ങൾ മാനുവലായി തിരഞ്ഞെടുക്കാം. ഫാസ്റ്റ് ബില്ലിംഗിന്റെ മറ്റൊരു പതിപ്പിൽ നിങ്ങൾക്ക് അറ്റവും അതിന്റെ ക്വാണ്ടിറ്റിയും ഒരേ ഘട്ടത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് അറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് ലഭിക്കും. ഓരോ അറ്റത്തിനും അടുത്തായി നേരിട്ട് ക്വാണ്ടിറ്റി നൽകാം. അതിനുശേഷം ക്ലിക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിന് 120, മറ്റൊന്നിന് 23 എന്നിങ്ങനെ നൽകാം. ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന അറ്റങ്ങളും അവയുടെ ക്വാണ്ടിറ്റികളും നേരിട്ട് അറ്റം ഗ്രിഡിലേക്ക് ലോഡ് ചെയ്യും. 2 ഫാസ്റ്റ് ബില്ലിംഗ് ഓപ്ഷനുകൾക്കിടയിലെ പ്രധാന വ്യത്യാസം: ആദ്യ ഓപ്ഷനിൽ അറ്റങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ അറ്റത്തിനും ഡിഫോൾട്ട് ക്വാണ്ടിറ്റി ഒന്നാണ് ചേർക്കുന്നത്. ക്വാണ്ടിറ്റി ലിസ്റ്റ് ഓപ്ഷൻ വഴി അറ്റങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിർദ്ദേശിച്ച ക്വാണ്ടിറ്റികളാണ് ഉപയോഗിക്കുന്നത്. അവസാനമായി ഗ്രിഡ് ഡാറ്റ കോപ്പി ചെയ്യാനും കോപ്പി ചെയ്ത് ഗ്രിഡ് ഡാറ്റ പേസ്റ്റ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് അറ്റം വിവരങ്ങൾ വേഗത്തിൽ പുനരുപയോഗിക്കാനോ മാറ്റാനോ സഹായിക്കുന്നു.
ഉദാഹരണത്തിന് നിങ്ങൾക്ക് 400 അറ്റങ്ങളുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അടുത്ത മാസം അതേ കസ്റ്റമറിനായി അതേ എസ്റ്റിമേറ്റ് വീണ്ടും സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും കരുതുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇൻവോയ്സ് സെക്ഷനിലേക്ക് പോയി പുതിയ എസ്റ്റിമേറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം മുൻവശത്തെ എസ്റ്റിമേറ്റിൽ നിന്നുള്ള കോപ്പി ഡാറ്റ ഫീച്ചർ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ നിലവിലുള്ള അറ്റങ്ങളും പുതിയ എസ്റ്റിമേറ്റിലേക്ക് സ്വയമേവ പേസ്റ്റ് ചെയ്യപ്പെടും. അതിനുശേഷം കസ്റ്റമർ നാമം, എസ്റ്റിമേറ്റ് തീയതി, എസ്റ്റിമേറ്റ് നമ്പർ പോലുള്ള അടിസ്ഥാന വിവരങ്ങൾ മാത്രം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ അറ്റങ്ങളും വീണ്ടും കൈമാനായി നൽകാതെ തന്നെ നിങ്ങൾക്ക് പുതിയ എസ്റ്റിമേറ്റ് സെക്കൻഡുകൾക്കുള്ളിൽ സൃഷ്ടിക്കാനാകും. എസ്റ്റിമേറ്റ് വൗച്ചറിൽ അറ്റങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അവയെ അറ്റം ഗ്രിഡിൽ നിന്ന് കൈമാനായി തിരഞ്ഞെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾ ദശരഥ ഉപയോക്താവോ അല്ലെങ്കിൽ ഹേദശരഥ അധിക ലൊക്കേഷനോ പോലുള്ള അറ്റങ്ങൾ തിരഞ്ഞെടുക്കാം. അറ്റത്തിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും. യൂണിറ്റ് സാധാരണയിലേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ യൂണിറ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ശരിയായത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓരോ അറ്റത്തിനും നിങ്ങൾക്ക് വേണ്ട അളവ് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് നിരക്ക് നൽകാം. നിരക്കും അളവും ഗുണിച്ചാൽ തുക സ്വയമേവ കണക്കാക്കപ്പെടും. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്കൗണ്ട് കോളത്തിൽ നൽകാം. ഉദാഹരണത്തിന് 5% എന്ന പോലെ ശതമാനമായി നൽകാം. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത തുക സ്വയമേവ കണക്കാക്കപ്പെടും. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്ന അധിക കോളങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ബിൽ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് കോഡ് മാറ്റാം, സെയിൽസ് നിരക്ക് നൽകാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോളങ്ങളിൽ കാന ചേർക്കാം. ബില്ലിംഗ് ചെയ്യുമ്പോൾ ഏതെങ്കിലും അറ്റം മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ അറ്റത്തിനടുത്തുള്ള മാഗ്നിഫയിംഗ് ഗ്ലാസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളെ അറ്റം മാസ്റ്റർ പേജിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ നടത്താം. സേവ് ചെയ്തതിനു ശേഷം ആ അപ്ഡേറ്റുകൾ നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ പ്രതിഫലിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു അറ്റത്തിനായി അധിക വിവരങ്ങൾ അല്ലെങ്കിൽ റിമാർക്കുകൾ ചേർക്കാൻ ആവശ്യമുണ്ടാകാം. അതിനായി നിങ്ങൾക്ക് അറ്റത്തിനടുത്തുള്ള അട്രിബ്യൂട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അധിക വിവരങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായ റിമാർക്കുകൾ നൽകാം. എല്ലാം കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അറ്റം ഗ്രിഡ് എങ്ങനെയാണ് കാണപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും സംബന്ധിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ 3 പ്രധാന ഓപ്ഷനുകളുണ്ട്. നിങ്ങളുടെ നിലവിലെ ഗ്രിഡ് ക്രമീകരണം മുഴുവൻ ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യാം. ഏത് കോളങ്ങൾ കാണിക്കണമെന്നത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് മുഴുവൻ ഉപയോഗിച്ച് റേറ്റ് അല്ലെങ്കിൽ ടാക്സ് കോഡ് പോലുള്ള കോളങ്ങൾ തിരഞ്ഞെടുക്കാം. പിന്നീട് ഒരു സ്റ്റാൻഡേർഡ് ലേഔട്ട് പ്രയോഗിക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സിസ്റ്റം സ്വയമേവ സ്റ്റാൻഡേർഡ് അറ്റം ഗ്രിഡ് പ്രയോഗിക്കും. മറ്റൊരു വഴിയായി നിങ്ങൾക്ക് ആദ്യം മുഴുവൻ ഉപയോഗിച്ച് കോളങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ആ കസ്റ്റമൈസ് ചെയ്ത ലേഔട്ട് ഡിഫോൾട്ടായി സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അറ്റം ഗ്രിഡിൽ സെയിൽസ് റേറ്റ് കോളം എങ്ങനെ സൃഷ്ടിക്കാനും മാനേജ് ചെയ്യാനും കഴിയുമെന്ന് നോക്കാം. ആദ്യം ദായികത എന്നത് മുഴുവൻ ഓപ്ഷൻ തിരയാം. അതിനുശേഷം അതിനെ നിങ്ങളുടെ അറ്റം ഗ്രിഡിലേക്ക് ഡ്രാഗ് ചെയ്ത് ചേർക്കാം. നിങ്ങൾക്ക് കാണാൻ ആവശ്യമില്ലാത്ത ഒരു കോളം ഉണ്ടെങ്കിൽ ആ കോളം തിരഞ്ഞെടുക്കുക. പിന്നെ അതിനെ മുഴുവൻ ഏരിയയിലേക്ക് തിരികെ ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് അറ്റം ഗ്രിഡിൽ എളുപ്പത്തിൽ ഏതെങ്കിലും കോളങ്ങൾ ചേർക്കാനും നീക്കം ചെയ്യാനും കഴിയും. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന മാറ്റങ്ങൾ എല്ലാ വൗച്ചറുകളിലും ബാധകമാകും. അതിനാൽ സെയിൽസ് എസ്റ്റിമേറ്റുകൾ അല്ലെങ്കിൽ ഇൻവോയ്സുകൾക്കായി നിങ്ങളുടെ അറ്റം ഗ്രിഡ് ലേഔട്ട് കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെല്ലാം ഈ സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ചേർക്കലുകൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തിയാൽ മുഴുവൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ മാറ്റം വരുത്തിയ ഗ്രിഡ് ലേഔട്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ സേവ് ചെയ്യും. അതിനാൽ ഓരോ തവണയും വീണ്ടും സജ്ജീകരണം ചെയ്യേണ്ടതില്ല. അടുത്തതായി നിങ്ങളുടെ അറ്റം ഗ്രിഡിൽ കൂടുതൽ ലൈനുകൾ ചേർക്കാൻ സഹായിക്കുന്ന ഒരു പ്ലസ് ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് 11 ലൈനുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ അറ്റങ്ങൾ ചേർക്കേണ്ടതുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ ലൈനുകൾ ചേർക്കാം. ഇത് നിങ്ങളുടെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഇൻവോയ്സ് ആവശ്യാനുസരണം എളുപ്പത്തിൽ വിപുലീകരിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത അറ്റത്തിനായി സൂം ഇൻ ചെയ്യുന്നതുപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്ലസ് ഓപ്ഷനുമുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ വിശദമായ ഒരു വ്യൂ ലഭിക്കും. അവിടെ നിങ്ങൾക്ക് അറ്റം ക്വാണ്ടിറ്റികൾ കൂട്ടാനും കുറയ്ക്കാനും ആ അറ്റം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കാണാനും കഴിയും. ഇത് നിങ്ങളുടെ അറ്റം വിശദാംശങ്ങൾക്കുള്ള ഒരു തൽക്ഷണ ദൃശ്യമായോ കൂടുതൽ ആഴത്തിലുള്ള ഒരു നിരീക്ഷണമായോ അനുഭവപ്പെടും. നിങ്ങളുടെ എസ്റ്റിമേറ്റിനായി റിമാർക്കുകൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇൽക്കെയർ വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യാം. സാധാരണയായി ഒരു സ്റ്റാൻഡേർഡ് റിമാർക്ക് ഡിഫോൾട്ടായി കാണിക്കും, പക്ഷേ നിങ്ങൾക്ക് അത് നീക്കം ചെയ്ത് നിങ്ങളുടെ വ്യക്തിഗത റിമാർക്കുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾക്ക് പ്രത്യേകമായ കുറിപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വ്യക്തമായി അറിയിക്കാൻ സഹായിക്കും. നിങ്ങളുടെ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അറ്റാച്ച്മെന്റുകൾ ഉണ്ടെങ്കിൽ ഏതോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ അപ്ലോഡ് ചെയ്യാം. ഫയൽ വിജയകരമായി അപ്ലോഡ് ചെയ്യാൻ അതിന്റെ വലുപ്പം 2 മെഗാബൈറ്റോ അതിൽ കുറവോ ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക.
ഇപ്പോൾ ഗാറ്റകാസന്റ് വിഭാഗത്തിലേക്ക് പോവുകയാണ്. ഇത് നിങ്ങൾക്ക് മുഴുവൻ നിന്ന് എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കഴിയും. എനേബിൾ ചെയ്താൽ ദരിദ്രാസന്റ് വിഭാഗം നിങ്ങളുടെ എസ്റ്റിമേറ്റിന്റെ അടിയിൽ കാണപ്പെടും. ഇവിടെ നിങ്ങൾ അയക്കുന്ന ചരക്കുകളുടെ ലക്ഷ്യസ്ഥാനം പോലുള്ള ഷിപ്മെന്റ് വിശദാംശങ്ങൾ നൽകാം. നിങ്ങൾ ചരക്കുകൾ അയക്കുന്ന വിധം അനുസരിച്ച് ബെയർ, കടൽ, പോസ്റ്റ്, റോഡ്, ട്രെയിൻ എന്നിവയിൽ ഏത് ഷിപ്പിംഗ് മോഡാണെന്ന് തിരഞ്ഞെടുക്കാനും കഴിയും. നിങ്ങൾ ഒരു ട്രാൻസ്പോർട്ടർ ഉപയോഗിക്കുന്നുവെങ്കിൽ ട്രാൻസ്പോർട്ടറുടെ പേര്, GST നമ്പർ ലഭ്യമായാൽ വെബ്സൈറ്റ് തേത എന്നിവ നൽകിക്കൊണ്ട് ട്രാൻസ്പോർട്ടർ മാസ്റ്റർ സൃഷ്ടിക്കാം. വെബ്സൈറ്റ് ഖേദ ലഭ്യമല്ലെങ്കിൽ GST നമ്പറും പേരും മാത്രം മതിയാകും. അതിനുശേഷം നിങ്ങൾക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ വിലാസം നൽകാനും ഉണ്ടെങ്കിൽ ട്രാക്കിംഗ് നമ്പർ ചേർക്കാനും കഴിയും. ഇത് ഈ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഷിപ്മെന്റ് ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് ഷിപ്പിംഗ് തീയതിയും ഷിപ്പിംഗ് ചാർജുകളും നൽകാനുള്ള ഫീൽഡുകളും ഇവിടെ കാണാം. ഈ ചാർജുകൾ വെറും ദൃശ്യതയ്ക്കാണ്. നിങ്ങളുടെ അക്കൗണ്ടിംഗ് രേഖകളിൽ ഇതിന് യാതൊരു സ്വാധീനവും ഉണ്ടാകില്ല. കൂടാതെ നിങ്ങൾക്ക് വാഹന നമ്പർ, വെസൽ നമ്പർ എന്നിവ നൽകാനും ചാർജ് ടൈപ്പ് തിരഞ്ഞെടുക്കാനും കഴിയും. ചാർജുകൾ അടച്ചതാണോ, അടയ്ക്കാനുണ്ടോ, സ്വയം വാഹനമാണോ, ട്രാൻസ്പോർട്ടറാണോ എന്നതും തിരഞ്ഞെടുക്കാം. ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് നമ്പറിനും ലോഡിംഗ് പോർട്ടിന്റെയും ഡിസ്ചാർജ് പോർട്ടിന്റെയും വിശദാംശങ്ങൾക്കും വേണ്ടി ഫീൽഡുകൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഷിപ്പു ചെയ്യുന്ന പാക്കുകളുടെ എണ്ണം, ആകെ ഭാരം എന്നിവയും ഇവിടെ വ്യക്തമാക്കാം. അവസാനമായി നിങ്ങളുടെ കഴിഞ്ഞ എസ്റ്റിമേറ്റിലെ അതേ ലോജിസ്റ്റിക്സ് വിശദാംശങ്ങൾ വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ജോനമൻ വേറെ ഷാദ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ മുമ്പത്തെ എസ്റ്റിമേറ്റിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും സ്വയമേവ പൂരിപ്പിക്കപ്പെടും. ഇതിലൂടെ നിങ്ങളുടെ സമയം ലാഭിക്കാം. അടുത്തതായി നാം എസ്റ്റിമേറ്റിന്റെ സബ്ടോട്ടലും ഗ്രാൻഡ് ടോട്ടലും സംബന്ധിച്ച ഭാഗത്തിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് അറ്റത്തിന്റെ മൂല്യം കാണാം, അതായത് നിരക്ക് ഗുണിച്ചുള്ള അളവാണ് ഇത്. അതിനുശേഷം ഡിസ്കൗണ്ടുകൾ പ്രാബല്യത്തിൽ വരുന്നു. നിങ്ങൾക്ക് ബേസിക് ഡിസ്കൗണ്ട്, പാർട്ടി ബ്രാൻഡ് ഡിസ്കൗണ്ട് എന്നിവ ലഭ്യമാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിസ്കൗണ്ടുകൾക്ക് പാർട്ടി ഡിസ്കൗണ്ടും പാർട്ടി ബ്രാൻഡ് ഡിസ്കൗണ്ടും എന്നിങ്ങനെയുള്ള അനുയോജ്യമായ ഫീൽഡുകളിൽ നൽകാം. അതുവഴി ഉപഭോക്താവിനോ ബ്രാൻഡിനോ ബന്ധപ്പെട്ട പ്രത്യേക വിലക്കുറവുകൾ അല്ലെങ്കിൽ ഓഫറുകൾ പ്രയോഗിക്കാം. അതിനുശേഷം നികുതിക്ക് വിധേയമായ മൂല്യവും നികുതി തുകയും സ്വയമേവ കണക്കാക്കപ്പെടും. സെസ് ബാധകമാണെങ്കിൽ അതിന്റെ തുകയും ഇവിടെ നൽകാം. ബിൽ ലെവലിൽ ഏതെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഈടാക്കേണ്ടതുണ്ടെങ്കിൽ അതും ഈ വിഭാഗത്തിൽ ചെയ്യാം. എന്തെങ്കിലും ഫ്രൈറ്റ് ചാർജുകൾ ഉണ്ടെങ്കിൽ അവയും ഇവിടെ വ്യക്തമാക്കാം. പക്ഷേ ഈ ചാർജുകൾ വെറും പ്രദർശനത്തിനാണ്. നിങ്ങളുടെ അക്കൗണ്ടിംഗ് ടോട്ടലുകളിൽ ഇവയുടെ സ്വാധീനം ഉണ്ടാകില്ല എന്ന് ശ്രദ്ധിക്കുക. അവസാനമായി ഓട്ടോ റൗണ്ട് ഓഫ് എന്നൊരു സൗകര്യവും ഉണ്ട്. ഇത് നിങ്ങൾ ദാരിദ്ര്യത്തിലുള്ള കോൺഫിഗറേഷൻ സെറ്റിംഗ്സിൽ നിന്ന് എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് അന്തിമത്തുക സ്വയമേവ റൗണ്ട് ഓഫ് ചെയ്യും. ഇപ്പോൾ സെയിൽസ് മോഡ്യൂളിലെ എല്ലാ വൗച്ചറുകളിലും ലഭ്യമായ ചില പൊതുവായ ഓപ്ഷനുകളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ഓപ്പൺ, ഡിലീറ്റ്, കോപ്പി, ക്യാൻസൽ, റെസ്റ്റോർ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങളുടെ പഴയ എസ്റ്റിമേറ്റുകൾ പരിശോധിക്കണമെങ്കിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോഴത്തെ മാറ്റങ്ങൾ ഉപേക്ഷിക്കണോ എന്ന് ഇത് ചോദിക്കും. അതിന് യെസ് ക്ലിക്ക് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ എസ്റ്റിമേറ്റുകൾ തീയതി അല്ലെങ്കിൽ മറ്റ് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാം. ഈ ഓപ്പൺ ഓപ്ഷൻ വളരെ ഉപകാരപ്രദമാണ്, കാരണം ഇത് എല്ലാ തരത്തിലുള്ള സെയിൽസ്, പർച്ചേസ് ഡോക്യുമെന്റുകളിലും ലഭ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഏതെങ്കിലും പഴയ വൗച്ചർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എളുപ്പത്തിൽ തുറക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഡിലീറ്റ് ചെയ്യുന്നതിനു മുമ്പ് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ കാരണം വിശദീകരിക്കുന്ന ഒരു റിമാർക്ക് നൽകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഡ്യൂപ്ലിക്കേറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ളത്. നിങ്ങൾ റിമാർക്ക് ചേർത്ത ശേഷം ഡിലീറ്റ് ചെയ്യുന്നത് സ്ഥിരീകരിക്കുക. ഇത് കാര്യങ്ങൾ വ്യക്തവും ട്രേസബിളുമായി തീർക്കും. അതിനുശേഷം കോപ്പി ഓപ്ഷൻ ഉണ്ട്. ഇത് വലിയൊരു സമയലാഭമാണ്. നിങ്ങൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ അതേ എസ്റ്റിമേറ്റ് വീണ്ടും സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ എന്ന് കരുതൂ. നിങ്ങൾക്ക് കോപ്പി ക്ലിക്ക് ചെയ്യാം. ആ എസ്റ്റിമേറ്റ് കണ്ടെത്താൻ ഫിൽറ്ററുകൾ പ്രയോഗിക്കുക. അതിൽ സെലക്ട് ചെയ്യുക. പിന്നെ ആ എസ്റ്റിമേറ്റിലെ എല്ലാ ഡാറ്റയും പുതിയ ഒരു എസ്റ്റിമേറ്റിലേക്ക് പുതിയ എസ്റ്റിമേറ്റ് നമ്പറോടെ കോപ്പി ചെയ്യപ്പെടും. ശരി, പാർട്ടി നെയിം സെലക്ട് ചെയ്ത് സേവ് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കൂ. ഇങ്ങനെ ചെയ്താൽ എല്ലാ വിവരങ്ങളും വീണ്ടും തുടക്കം മുതൽ നൽകേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു എസ്റ്റിമേറ്റ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യമില്ല, പക്ഷേ അത് റെഫറൻസിനോ നമ്പറിംഗ് നിലനിർത്താനോ വേണ്ടിയാണ് കാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ കാൻസൽ ഓപ്ഷൻ ഉപയോഗിക്കാം. ക്യാൻസൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അത് എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതാണെന്ന് വിശദീകരിക്കുന്ന ഒരു റിമാർക്ക് ചേർക്കുക, പിന്നെ സ്ഥിരീകരിക്കുക. നിങ്ങളുടെ റെക്കോർഡുകളിൽ ആ എസ്റ്റിമേറ്റിന്റെ സ്റ്റാറ്റസ് ക്യാൻസൽ ആയി മാറും. തെറ്റിദ്ധരിച്ച് ഒരു എസ്റ്റിമേറ്റ് ക്യാൻസൽ ചെയ്തുവെന്നും അത് തിരികെ വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോർ ഓപ്ഷൻ ഉപയോഗിക്കാം.
ആ ക്യാൻസൽ ചെയ്ത എസ്റ്റിമേറ്റ് തുറക്കുക, റെസ്റ്റോർ ക്ലിക്ക് ചെയ്യുക, ഒരു റിമാർക്ക് ചേർക്കുക, സ്ഥിരീകരിക്കുക. അങ്ങനെ ആ എസ്റ്റിമേറ്റ് വീണ്ടും ആക്റ്റീവ് സ്റ്റാറ്റസിലേക്ക് മടങ്ങും. ഓപ്പൺ സെക്ഷനിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങളുടെ തിരയൽ കൂടുതൽ ചുരുക്കാൻ സഹായിക്കുന്ന ഫിൽറ്റർ ഓപ്ഷനുകൾ കാണാം. ഉദാഹരണത്തിന് തീയതി പരിധികൾ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ എസ്റ്റിമേറ്റുകളോ വൗച്ചറുകളോ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ എക്സൽ ഫയലായി ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പ്രത്യക്ഷപ്പെടും. ഇൻവോയ്സുകളോ എസ്റ്റിമേറ്റുകളോ പ്രിന്റ് ചെയ്യാനോ പ്രിവ്യൂ ചെയ്യാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വൗച്ചറുകൾ തിരഞ്ഞെടുക്കുക. പ്രിന്റ് ബട്ടണിന് സമീപമുള്ള ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റ എസ്റ്റിമേറ്റോ ഒന്നിലധികം എസ്റ്റിമേറ്റുകളോ പ്രിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് പ്രിന്റ് ചെയ്യാം. ഒന്നിലധികം എസ്റ്റിമേറ്റുകളുടെ കോപ്പി വേണമെങ്കിൽ അവ തിരഞ്ഞെടുക്കുകയും എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഡൗൺലോഡ്സിൽ സേവ് ചെയ്യപ്പെടും. അടുത്തതായി നിങ്ങളുടെ എസ്റ്റിമേറ്റ് വൗച്ചറിനും മറ്റ് വൗച്ചറുകൾക്കും ലഭ്യമായ ചില അധിക ഓപ്ഷനുകളും കോൺഫിഗറേഷനുകളും കുറിച്ച് സംസാരിക്കാം. ഹെഡർ, ഫൂട്ടർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നിങ്ങൾക്ക് 3 ഹെഡർ റിമാർക്കുകൾ വരെ ചേർക്കാൻ കഴിയും. ഹെഡർ റിമാർക്ക് 1, 2, 3 എന്നിങ്ങനെ. അവ നിങ്ങളുടെ ബിൽ ഫോർമാറ്റിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെടും. അതുപോലെ ബില്ലിന്റെ ഫൂട്ടർ സെക്ഷനിൽ എന്തെങ്കിലും ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൂട്ടർ റിമാർക്കുകൾ ചേർക്കാം. എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടെങ്കിൽ അവ ഇവിടെ നൽകാം. അങ്ങനെ അവ പ്രിന്റ് ചെയ്ത എസ്റ്റിമേറ്റിൽ പ്രത്യക്ഷപ്പെടും. ബാങ്ക് വിശദാംശങ്ങൾ, QR കോഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് വിശദാംശങ്ങൾ ഇവിടെ ഒരിക്കൽ കോൺഫിഗർ ചെയ്യാം. അതിനുശേഷം അത് എസ്റ്റിമേറ്റുകൾ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാ വൗച്ചറുകളിലും സ്വയമേവ കാണിക്കും. നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റ് ഐഡി ഇവിടെ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിന്റ് ചെയ്ത ഇൻവോയ്സുകളിലും എസ്റ്റിമേറ്റുകളിലും സിസ്റ്റം സ്വയമേവ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യും. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റലായി പണം അടയ്ക്കാൻ എളുപ്പമാകും. പ്രിന്റ് സെറ്റിംഗുകളും ഡിഫോൾട്ടുകളും. നിങ്ങൾക്ക് എസ്റ്റിമേറ്റുകൾക്കായി ഒരു ഡിഫോൾട്ട് പ്രിന്റ് ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ തവണയും അത് തിരഞ്ഞെടുത്ത് നൽകേണ്ടതില്ല. അതുകൂടാതെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യേണ്ട കോപ്പികളുടെ ഡിഫോൾട്ട് എണ്ണം സെറ്റ് ചെയ്യാനും കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എപ്പോഴും 2 കോപ്പികൾ വേണമെങ്കിൽ അത് ഒരിക്കൽ സെറ്റ് ചെയ്താൽ മതി. സിസ്റ്റം അത് ഓർമ്മവയ്ക്കും. സ്കിപ്പ് പ്രിന്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ കോപ്പി സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെക്ക് ചെയ്താൽ പ്രിന്റ് ക്ലിക്ക് ചെയ്താൽ പ്രിന്റ് ഡയലോഗ് വിൻഡോ കാണിക്കാതെ തന്നെ ഡോക്യുമെന്റ് നേരിട്ട് പ്രിന്ററിലേക്ക് അയക്കും. അതിലൂടെ പ്രക്രിയ വേഗത്തിലാകും. നിങ്ങൾ എസ്റ്റിമേറ്റിൽ ഏതെങ്കിലും ഡോക്യുമെന്റുകളോ ചിത്രങ്ങളോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഇൻവോയിസ് കോപ്പിയോടൊപ്പം സ്വയമേവ പ്രിന്റ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് സിഗ്നേച്ചർ ബ്ലോക്ക് കാണിക്കേണ്ടതില്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റുകളിലോ വൗച്ചറുകളിലോ സിഗ്നേച്ചർ സെക്ഷൻ സ്കിപ്പ് ചെയ്യാൻ തിരഞ്ഞെടുക്കാം. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇന്റഗ്രേഷൻ. ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ കോൺഫിഗർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇന്റഗ്രേറ്റ് ചെയ്താൽ പ്രിന്റൌട്ടിലെ സിഗ്നേച്ചറിന്റെ ഫോർമാറ്റും അലൈൻമെന്റും തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രിന്റ് ഫോർമാറ്റിനെ ആശ്രയിച്ചാണ് അലൈൻമെന്റ് സെറ്റിംഗുകൾ. ഉദാഹരണത്തിന് ഹാഫ് പേജ് അല്ലെങ്കിൽ പോർട്രേറ്റ്. ബൾക്ക് ആക്ഷനുകളും കമ്മ്യൂണിക്കേഷനും. നിങ്ങൾക്ക് ഒന്നിച്ച് നിരവധി വൗച്ചറുകൾ തിരഞ്ഞെടുക്കുകയും അവയെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് ഇൻവോയ്സുകളോ എസ്റ്റിമേറ്റുകളോ ബൾക്കായി ഡിലീറ്റ് ചെയ്യാൻ കഴിയും. എസ്റ്റിമേറ്റുകൾ നേരിട്ട് കസ്റ്റമർമാർക്ക് മെയിൽ, ഡബ്ബ് അല്ലെങ്കിൽ പെരേതന വഴി അയക്കാനുള്ള ഇൻബിൽറ്റ് ഓപ്ഷനുകളുണ്ട്. ഡെലിവർ ഇമെയിൽ ഡെക്ക് ഫീച്ചറുകൾ ഉപയോഗിക്കാൻ മുമ്പ് നിങ്ങൾക്ക് ചില ഇന്റഗ്രേഷൻ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. മറ്റു ഉപകാരപ്രദമായ ഫീച്ചറുകൾ. വൗച്ചർ സ്ക്രീനിൽ തന്നെ ഒരു കാൽക്കുലേറ്റർ ടൂൾ ലഭ്യമാണ്. അതിനാൽ പേജ് വിടാതെ തന്നെ നിങ്ങൾക്ക് തുകകൾ വേഗത്തിൽ കണക്കാക്കാൻ കഴിയും. ഹെൽപ്പ് ഓപ്ഷൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന വൗച്ചർ അല്ലെങ്കിൽ ഇൻവോയ്സുമായി ബന്ധപ്പെട്ട വിശദമായ ഡോക്യുമെന്റേഷനിലേക്ക് നേരിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഏതെങ്കിലും ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും സംശയമുണ്ടെങ്കിൽ ഹെൽപ്പ് ക്ലിക്ക് ചെയ്താൽ ഘട്ടം ഘട്ടമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കും. കോൺഫിഗറേഷൻ ഓപ്ഷൻ വൗച്ചർ സെറ്റിംഗുകൾ നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമാക്കാൻ അനുവദിക്കുന്നു. ഇത് എസ്റ്റിമേറ്റുകൾക്ക് മാത്രമല്ല എല്ലാ വൗച്ചർ തരങ്ങളിലും ലഭ്യമാണ്. അതിനാൽ എല്ലാ വൗച്ചറുകളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4 പ്രധാന കാര്യങ്ങൾ ഉണ്ട്. ജേർണൽ നമ്പർ, നോട്ടിഫിക്കേഷനുകൾ, അംഗീകാരങ്ങൾ, പിന്നെ പെൻ ഡോക്യുമെന്റ് എന്നത്. ഇപ്പോൾ പെൻ ഡോക്യുമെന്റ് എന്നത് വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ്. കാരണം നിങ്ങൾ ഇതിനകം സൃഷ്ടിച്ച മറ്റ് ഡോക്യുമെന്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇതിലൂടെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ കഴിയും. അതിനാൽ ഒരേ വിവരങ്ങൾ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പർച്ചേസ് ബില്ലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എസ്റ്റിമേറ്റ് സൃഷ്ടിച്ച് കസ്റ്റമറിന് അയച്ചിട്ടും അവർ അതിന് അംഗീകാരം നൽകിയിട്ടുമുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ സെയിൽസ് ഓർഡർ അല്ലെങ്കിൽ ഡിസ്പാച്ച് തയ്യാറാക്കുമ്പോൾ ഈ പെൻ ഡോക്യുമെന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ആ മുഴുവൻ വിവരങ്ങളും നേരിട്ട് കൊണ്ടുവരാൻ കഴിയും. അതിനാൽ നിങ്ങൾ ഒരു സെയിൽസ് ഓർഡർ പോലുള്ളത് സൃഷ്ടിക്കുമ്പോൾ ഈ പെൻ ഡോക്യുമെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പ് ഉണ്ടാക്കിയ ഡോക്യുമെന്റ്, ഉദാഹരണത്തിന് അംഗീകരിച്ച എസ്റ്റിമേറ്റ്, തിരഞ്ഞെടുക്കാൻ നിങ്ങളെ അനുവദിക്കും. ഇത് നിങ്ങൾ ഓരോ അറ്റവും റേറ്റ്സും വീണ്ടും ടൈപ്പ് ചെയ്ത് സെയിൽസ് ഓർഡർ മാനുവലായി സൃഷ്ടിക്കേണ്ടതില്ലെന്നർത്ഥമാണ്.
ഇത് എല്ലാം ഒറിജിനൽ എസ്റ്റിമേറ്റിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരും. ഇത് വളരെ സൗകര്യപ്രദവും സമയവും വലിയ തോതിൽ സംരക്ഷിക്കുന്നതുമാണ്. ഇവിടെ ഈ പെൻ ഡോക്യുമെന്റിലേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി അനുവദിക്കരുത് എന്നൊരു ഓപ്ഷനുമുണ്ട്. നിങ്ങൾ ക്വാണ്ടിറ്റി കർശനമായി നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ 10 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെയിൽസ് ഓർഡർ സൃഷ്ടിക്കുമ്പോൾ ആരും അതിലധികം ക്വാണ്ടിറ്റി ചേർക്കാതിരിക്കാനാണ് ഇത് ഉപകാരപ്രദം. നിങ്ങൾ ഈ ബോക്സ് ചെക്ക് ചെയ്താൽ, സെയിൽസ് ഓർഡർ സൃഷ്ടിക്കുന്ന വ്യക്തിക്ക് ക്വാണ്ടിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. അവർ എസ്റ്റിമേറ്റിലുണ്ടായിരിക്കുന്നതിനെ കൃത്യമായി പാലിക്കേണ്ടതായിരിക്കും. പക്ഷേ ഇത് ഓപ്ഷണലാണ്, അതിനാൽ നിങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി മാറ്റങ്ങൾ അനുവദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ചെക്ക് ചെയ്യാതെ തന്നെ വിടാം. അതിനുശേഷം പാരന്റ് ഡോക്യുമെന്റിൽ നിന്ന് ഡാറ്റ എടുക്കാനുള്ള വിവിധ മാർഗങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. 4 പ്രധാന ഓപ്ഷനുകളാണ് അവ. ആദ്യത്തേത് ലൈൻ അറ്റം ക്വാണ്ടിറ്റി ബേസ്ഡ് എന്നാണ് വിളിക്കുന്നത്, അതായത് അറ്റങ്ങൾക്കും അവയുടെ ക്വാണ്ടിറ്റികൾക്കും മാത്രം ലിസ്റ്റ് കോപ്പി ചെയ്യപ്പെടും. അധിക വിവരങ്ങൾ പോലുള്ള റിമാർക്കുകൾ അല്ലെങ്കിൽ ഹെഡർ വിവരങ്ങൾ എന്നിവ കോപ്പി ചെയ്യില്ല. അതിനുശേഷം ഫുൾ ഡോക്യുമെന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ എല്ലാ വിവരങ്ങളും, ലോജിസ്റ്റിക്സ് വിവരങ്ങൾ, റിമാർക്കുകൾ, കസ്റ്റം ഫീൽഡുകൾ എന്നിവയും ഉൾപ്പെടെ കോപ്പി ചെയ്യപ്പെടും. നിങ്ങൾക്ക് അറ്റങ്ങളും ടോപ്പ് ഹെഡർ വിവരങ്ങളും മാത്രം വേണമെങ്കിൽ അതിനായി ലൈൻ അറ്റം ക്വാണ്ടിറ്റി ബേസ്ഡ് വിത്ത് ടോപ്പ് ഹെഡർ എന്ന ഓപ്ഷനുമുണ്ട്. അവസാനമായി സ്കാൻ ചെയ്യുന്നതിനുള്ള ഫുൾ ഡോക്യുമെന്റ് ഫോർ സ്കാൻ എന്ന ഓപ്ഷനും ഉണ്ട്. ഇത് സ്കാനിംഗ് ആവശ്യങ്ങൾക്കായാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പക്ഷേ എല്ലാ വിവരങ്ങളും ഇതിലും കോപ്പി ചെയ്യപ്പെടും. മറ്റൊരു ഉപകാരപ്രദമായ ഫീച്ചർ ആണ് പാരന്റ് ഡോക്യുമെന്റിനുള്ള ഓട്ടോ എക്സ്പൈറി ഡേയ്സ്. അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ എസ്റ്റിമേറ്റുകളും ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളും കാണാൻ ആവശ്യമില്ലെങ്കിൽ, ഉദാഹരണത്തിന് നൂറുകണക്കിന് ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിൻഡോയിൽ നിന്ന് ഉദാഹരണത്തിന് കഴിഞ്ഞ 30 ദിവസത്തെ ഡോക്യുമെന്റുകൾ മാത്രം കാണാൻ പരിമിതപ്പെടുത്താം. അങ്ങനെ നിങ്ങൾ ഒരു എസ്റ്റിമേറ്റ് സെയിൽസ് ഓർഡറിലേക്ക് പുൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ സൃഷ്ടിച്ചോ മാത്രമേ കാണൂ. അതിനാൽ നിങ്ങൾക്ക് വേണ്ടത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അവസാനമായി ചുരുക്കി പറയുമ്പോൾ മുഴുവൻ ആശയം ഇതാണ്: നിങ്ങൾ ആദ്യം എസ്റ്റിമേറ്റുകൾ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡറുകൾ പോലുള്ള പ്രാഥമിക ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കുന്നു, ആവശ്യമെങ്കിൽ അംഗീകാരം നേടുന്നു, പിന്നെ പ്രോസസ്സിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിനുപകരം ആ പഴയ ഡോക്യുമെന്റുകളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ പുൾ ചെയ്യാൻ പാൻ ഡോക്യുമെന്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ക്വാണ്ടിറ്റികളുടെ കർശനത എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഏത് വിശദാംശങ്ങൾ കൊണ്ടുവരണമെന്ന് നിർണ്ണയിക്കാമെന്നും എക്സ്പൈറി ഡേയ്സ് ഫീച്ചർ ഉപയോഗിച്ച് പുൾ ലിസ്റ്റ് നിയന്ത്രണയോഗ്യമായി സൂക്ഷിക്കാമെന്നും കഴിയും. ഇത് മുഴുവൻ വർക്ക് ഫ്ലോ വളരെ സുഗമമാക്കുകയും പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് റേറ്റ് പ്രിഫറൻസ് എന്നൊരു കാര്യത്തിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ഒരു പാരന്റ് ഡോക്യുമെന്റിൽ നിന്ന് പുതിയ ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കുമ്പോൾ റേറ്റുകൾ തിരഞ്ഞെടുക്കാൻ 2 ഓപ്ഷനുകൾ ലഭിക്കും. ആദ്യ ഓപ്ഷൻ പാരന്റ് ഡോക്യുമെന്റ് ആണ്, രണ്ടാമത്തേത് റേറ്റ് എഞ്ചിൻ ആണ്. ഇപ്പോൾ റേറ്റ് എഞ്ചിൻ എന്നത് റേറ്റുകൾ അറ്റം മാസ്റ്ററിൽ നിന്ന് വരുന്നു എന്നർത്ഥമാണ്. അടിസ്ഥാനത്തിൽ നിങ്ങൾ അറ്റം മാസ്റ്റർ ഡാറ്റയിൽ സജ്ജമാക്കിയിരിക്കുന്ന റേറ്റുകളാണ് ഇവ. അതിനാൽ നിങ്ങൾ റേറ്റ് എഞ്ചിൻ തിരഞ്ഞെടുക്കുകയും ഒരു എസ്റ്റിമേറ്റ് നിങ്ങളുടെ സെയിൽസ് ഓർഡറിലേക്ക് പുൾ ചെയ്യുകയുമാണെങ്കിൽ, എസ്റ്റിമേറ്റിൽ നിങ്ങൾ ഏത് റേറ്റ് പറഞ്ഞാലും സിസ്റ്റം റേറ്റുകൾ നേരിട്ട് അറ്റം മാസ്റ്ററിൽ നിന്ന് കൊണ്ടുവരും. മറ്റുവശത്ത് നിങ്ങൾ പാരന്റ് ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അറ്റം മാസ്റ്ററിൽ എന്ത് റേറ്റുകളുണ്ടെന്നത് പ്രാധാന്യമില്ല. പാരന്റ് ഡോക്യുമെന്റിൽ നിന്ന്, ഉദാഹരണത്തിന് എസ്റ്റിമേറ്റിൽ നിന്ന്, റേറ്റുകൾ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ എടുത്ത് നിങ്ങളുടെ സെയിൽസ് ഓർഡറിൽ ഉപയോഗിക്കും. അതാണ് റേറ്റ് പ്രിഫറൻസ് ഓപ്ഷൻ എന്നതിന്റെ അടിസ്ഥാന അർത്ഥം. മുൻപ് ഉള്ള ഡോക്യുമെന്റുകളിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്യുമ്പോൾ റേറ്റുകൾ എവിടെ നിന്ന് വരണം എന്ന് തീരുമാനിക്കുന്നത്. അടുത്തതായി നിങ്ങൾക്ക് പുൾ ഫ്രം വിൻഡോയിൽ നിന്ന് ചില ലൊക്കേഷനുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 10 വ്യത്യസ്ത ബ്രാഞ്ചുകളോ ലൊക്കേഷനുകളോ ഉണ്ടെങ്കിൽ, എന്നാൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 പ്രത്യേക ബ്രാഞ്ചുകളിൽ നിന്ന് മാത്രമേ ഡാറ്റ പുൾ ചെയ്യാൻ ആഗ്രഹിക്കൂ. നിങ്ങൾക്ക് ആ ഫിൽറ്റർ ഇവിടെ പ്രയോഗിക്കാം. അപ്പോൾ പുൾ ഫ്രം വിൻഡോയിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ലൊക്കേഷനുകളിൽ നിന്നുള്ള ഡോക്യുമെന്റുകൾ മാത്രമേ കാണിക്കൂ. അതിനുശേഷം അറ്റം അലൗഡ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ സെയിൽസ് ഓർഡറിൽ ഉപയോഗിക്കാവുന്ന അറ്റങ്ങളുടെ തരം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രം കാണിക്കണമെന്നോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, കൺസ്യൂമബിൾ അറ്റങ്ങൾ അല്ലെങ്കിൽ എല്ലാ അറ്റങ്ങളും കാണിക്കണമെന്നോ ആഗ്രഹിക്കാം. നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതെന്താണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം വാലിഡേറ്റ് യൂണീക്ക് റെഫറൻസ് നമ്പർ എന്ന ഓപ്ഷൻ ഉണ്ട്. അല്ലേ, ഓരോ വൗച്ചറിനും ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാകും. ഈ സജ്ജീകരണം ആ റെഫറൻസ് നമ്പറുകൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് ചില മോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം: ഓവറോൾ, പാർട്ടി വൈസ്, ബ്രാഞ്ച് വൈസ്, അല്ലെങ്കിൽ ആവശ്യമില്ല. നിങ്ങൾ ഓവറോൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാ റെഫറൻസ് നമ്പറും സോഫ്റ്റ്വെയറിലുടനീളം യൂണീക്കായിരിക്കണം. എവിടെയും ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കില്ല. നിങ്ങൾ പാർട്ടി വൈസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതേ റെഫറൻസ് നമ്പർ ഒരേ പാർട്ടിക്ക് ആവർത്തിക്കാനാവില്ല, പക്ഷേ വ്യത്യസ്ത പാർട്ടികൾക്ക് അതേ നമ്പർ വീണ്ടും ഉപയോഗിക്കാം.
അതുപോലെ ബ്രാഞ്ച് വൈസ് എന്നത് അതേ റെഫറൻസ് നമ്പർ ഒരേ ബ്രാഞ്ചിൽ ആവർത്തിക്കാനാവില്ല, പക്ഷേ വ്യത്യസ്ത ബ്രാഞ്ചുകളിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വാലിഡേഷൻ ആവശ്യമില്ലെങ്കിൽ ഡെലിഗേറ്റ് തിരഞ്ഞെടുക്കുക. അടുത്തത് അറ്റം ലിസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ നിങ്ങളുടെ ലിസ്റ്റിൽ കാണുന്ന അറ്റങ്ങൾ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. 3 വിധത്തിൽ ഫിൽട്ടർ ചെയ്യാൻ കഴിയും. ആദ്യത് എല്ലാ അറ്റങ്ങളും കാണിക്കുക. രണ്ടാമത് അറ്റങ്ങൾ അവയുടെ ബാലൻസ് ക്വാണ്ടിറ്റിയോടൊപ്പം കാണിക്കുക. എന്നാൽ ഇത് മാറ്റിയാൽ അപ്ഡേറ്റുകൾ കാണാൻ സെക്ഷൻ റിഫ്രഷ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത് പോസിറ്റീവ് ബാലൻസ് ഉള്ള അറ്റങ്ങൾ മാത്രം കാണിക്കുക, അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് ഉള്ളതേ കാണും. അവസാനമായി നമുക്ക് നമ്പറിംഗ് സെക്ഷനിലേക്ക് വരാം. ഈ ഭാഗം നിങ്ങളുടെ വൗച്ചർ നമ്പറുകൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്നു. ആദ്യത് ന്യൂമറിക് സീരീസ് ആണ്. ഇത് ഓട്ടോ അല്ലെങ്കിൽ മാനുവൽ ആയി സെറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഓട്ടോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ നമ്പറുകൾ ക്രമാനുസൃതമായി സ്വയം നൽകും. ഉദാഹരണത്തിന് 1, 2, 3 എന്നിങ്ങനെ. നിങ്ങൾക്ക് സീക്വൻസ് മാനുവലായി മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ അവസാന വൗച്ചർ നമ്പർ 6 ആണെങ്കിൽ അടുത്ത വൗച്ചറിൻ സോഫ്റ്റ്വെയർ സ്വയം 7 എന്ന നമ്പർ നൽകും. നിങ്ങൾക്ക് 10 അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും നമ്പറിലേക്ക് നേരിട്ട് പോകാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഈ മാനുവൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൗച്ചർ നമ്പർ നൽകാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് നമ്പറുകൾ സ്കിപ്പ് ചെയ്യാനോ ക്രമം തെറ്റിച്ച് നൽകാനോ കഴിയും. അതിനുശേഷം റീഇനിഷ്യലൈസ് സീരീസ് എന്ന ഓപ്ഷനുണ്ട്. ഇത് നിങ്ങളുടെ നമ്പറിംഗ് സീരീസ് എപ്പോൾ വീണ്ടും ആരംഭിക്കണമെന്ന് നിർവചിക്കുന്നു. ഇത് വാർഷികമായോ മാസികമായോ ഒരിക്കലും അല്ലാതെയോ അല്ലെങ്കിൽ ദിവസേനയോ ആകാം. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ദിവസേന തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ 99 നമ്പർ വൗച്ചർ സൃഷ്ടിച്ചാൽ അടുത്ത ദിവസം നിങ്ങളുടെ നമ്പറിംഗ് വീണ്ടും 1 നിന്ന് ആരംഭിക്കും. നിങ്ങളുടെ ഇഷ്ടാനുസരണം വൗച്ചറുകൾ സ്ഥിരമായി റീസെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് സഹായിക്കും. നമുക്ക് പ്രിഫിക്സ് എന്ന ഓപ്ഷനുമുണ്ട്. നിങ്ങൾക്ക് ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചും അതിന്റെ വൗച്ചറുകൾ തിരിച്ചറിയാൻ വ്യത്യസ്ത പ്രിഫിക്സ് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പ്രിഫിക്സ് ഇവിടെ സജ്ജീകരിക്കാം. ന്യൂമറിക് സീരീസിനോട് സമാനമായി നിങ്ങൾക്ക് പ്രിഫിക്സുകൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ആശ്രയിച്ച് ഓട്ടോ അല്ലെങ്കിൽ മാനുവൽ മോഡ് തിരഞ്ഞെടുക്കാം. അതിനാൽ ഞാൻ മുമ്പ് ന്യൂമറിക് സീരീസിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഓട്ടോയും ഈ മാനുവലും എന്ന ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായത് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഓട്ടോ ന്യൂമറിക് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങളുടെ സെറ്റിംഗുകൾ സേവ് ചെയ്തതിനു ശേഷം പ്രിഫിക്സ് സെക്ഷൻ സജീവമാകും. നമുക്ക് ഒരു പ്രിഫിക്സ് സൃഷ്ടിക്കണമെന്ന് കരുതാം. നിങ്ങൾക്ക് ആ പ്രിഫിക്സ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് ഉദാഹരണത്തിന് എന്നതുപോലെ ടൈപ്പ് ചെയ്യാം. ഇത് നിങ്ങളുടെ ആദ്യ ബ്രാഞ്ചിന്റെ പ്രിഫിക്സ് ആയിരിക്കാം. അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ എന്ന പ്രിഫിക്സ് സൃഷ്ടിച്ചു, എന്നാൽ സീരീസ് 001 എന്നതുപോലെയായിരിക്കും കാണുക. നിങ്ങൾക്ക് മറ്റൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിനായി വേറൊരു പ്രിഫിക്സ് സൃഷ്ടിക്കാം, ഉദാഹരണത്തിന് അതിനാൽ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ബിൽ നമ്പർ സീരീസിന് നിങ്ങൾക്ക് പല പ്രിഫിക്സുകളും ഉണ്ടാക്കാം, ഓരോ ബ്രാഞ്ചിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഡിവിഷനിനും 1 വീതം. ഇപ്പോൾ നിങ്ങൾ ഈ ഓട്ടോ പ്രിഫിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രിഫിക്സ് സ്വയമേവ എങ്ങനെ നിയോഗിക്കണം എന്നത് നിങ്ങൾക്ക് നിർണ്ണയിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഡോക്യുമെന്റ് സെറ്റപ്പിൽ കാറ്റഗറികൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിഫിക്സ് ഡോക്യുമെന്റ് കാറ്റഗറിയിൽ അടിസ്ഥാനമാക്കി നിശ്ചയിക്കാം. അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ ആ കാറ്റഗറിയുമായി പ്രിഫിക്സ് സ്വയമേവ പൊരുത്തപ്പെടും. മറ്റൊരു വഴിയായി നിങ്ങൾ ബ്രാഞ്ചുകൾ അടിസ്ഥാനമാക്കി പ്രിഫിക്സുകൾ നിയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൊക്കേഷൻ മാപ്പിംഗ് തിരഞ്ഞെടുക്കാം. പിന്നെ ഓട്ടോ പ്രിഫിക്സ് മാപ്പിംഗ് എന്നതിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് ബ്രാഞ്ചുകളുടെ ഒരു ലിസ്റ്റ് കാണാം. ഓരോ ബ്രാഞ്ചിനും ഒരു പ്രിഫിക്സ് നിയോഗിക്കാം. ഉദാഹരണത്തിന് 4 ഒരു ബ്രാഞ്ചിൻ, അങ്ങനെ തുടരും. അത് സേവ് ചെയ്യൂ, പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കും. അതിനുശേഷം ഡിജിറ്റുകളുടെ എണ്ണം എന്ന ഓപ്ഷനുണ്ട്. പ്രിഫിക്സിന് ശേഷം നിങ്ങളുടെ ബിൽ നമ്പറിൽ എത്ര ഡിജിറ്റുകൾ വേണമെന്ന് ഇതാണ് നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കാവുന്ന ഏറ്റവും കുറഞ്ഞത് 2 അക്കങ്ങളാണ്. ഏറ്റവും കൂടുതലായി 6 അക്കങ്ങൾ വരെ ഉപയോഗിക്കാം. അതിനാൽ നിങ്ങൾക്ക് 001 അല്ലെങ്കിൽ 00001 പോലുള്ള നമ്പറുകൾ ലഭിക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചാണ്. അതിനുശേഷം സെപ്പറേറ്റീവ് എന്നതുണ്ട്. നിങ്ങളുടെ പ്രിഫിക്സും ബിൽ നമ്പറും എങ്ങനെ വേർതിരിക്കപ്പെടണം എന്നത് ഇതാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് ഒരു // ചിഹ്നം, ഹൈഫൻ ചിഹ്നം, ഒരു സ്പേസ് അല്ലെങ്കിൽ ഒന്നും വേണമെങ്കിൽ സെപ്പറേറ്റർ ഇല്ലാതെയും തിരഞ്ഞെടുക്കാം. അപ്പോൾ അവ ചേർന്ന് കാണിക്കും. അടുത്തതായി നമുക്ക് നോട്ടിഫിക്കേഷൻ കോൺഫിഗറേഷനുകൾ ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് ഓർഡർ പകർപ്പുകൾ ഉപഭോക്താക്കളുമായി എങ്ങനെ പങ്കിടണമെന്ന്, ഉദാഹരണത്തിന് ഇമെയിൽ, ഡെപ്ത് അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ക്രമീകരിക്കാനാവുന്നത്. ഈ എല്ലാ ക്രമീകരണങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിയന്ത്രിക്കാം. ആദ്യം ഇമെയിൽ കോൺഫിഗറേഷനുകളിൽ ഉപഭോക്താക്കൾക്ക് സെയിൽസ് ഓർഡർ അയക്കുമ്പോൾ ഏത് ഇമെയിൽ ടെംപ്ലേറ്റ് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം.
നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്: ടെംപ്ലേറ്റ് അടിസ്ഥാനമാക്കിയതോ ലളിതമായ ഫോർമാറ്റോ. ടെംപ്ലേറ്റ് അടിസ്ഥാനമാക്കിയതെന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാൻ നിരവധി ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും കഴിയുന്നതാണ്. നിങ്ങൾ കസ്റ്റം ടെംപ്ലേറ്റുകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കാത്ത പക്ഷം ഉപയോഗിക്കപ്പെടുന്ന ഡിഫോൾട്ട് സ്റ്റൈലാണ് ലളിതമായ ഫോർമാറ്റ്. അതിനുശേഷം ഈ ഓട്ടോ ഇമെയിൽസ് ഓൺ എന്ന ക്രമീകരണവുമുണ്ട്. ഇത് ഇമെയിലുകൾ എപ്പോൾ സ്വയമേവ അയക്കണം എന്ന് നിങ്ങൾക്ക് കൃത്യമായി തീരുമാനിക്കാനാവും. ഉദാഹരണത്തിന്, സൃഷ്ടിക്കുന്ന സമയത്തോ ചേർക്കുമ്പോഴോ അംഗീകരിക്കുമ്പോഴോ വൗച്ചർ റദ്ദാക്കുമ്പോഴോ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. നിങ്ങൾക്ക് ഈ എല്ലാ ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടോ മാത്രം തിരഞ്ഞെടുക്കാനോ കഴിയും. അടുത്തതായി, നിങ്ങൾക്ക് ഇമെയിൽ വിഷയം ഇഷ്ടാനുസൃതമാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ എന്നതും അതിനൊപ്പം സെയിൽസ് ഓർഡർ നമ്പർ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമ്പർ എന്നിവയും ഉപയോഗിക്കാം. ഇമെയിൽ സ്വീകരിക്കുന്നവർ ആരാകണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും കഴിയും. സ്റ്റോക്ക് ഹോൾഡർ, പാർട്ടി, സെയിൽസ്മാൻ, ലൊക്കേഷൻ, വെയർഹൌസ് തുടങ്ങിയ വിവിധ മാസ്റ്റർ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും. ആവശ്യാനുസരണം ഒന്നിലധികം സ്വീകരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് മറ്റാരെയെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെ ഇമെയിൽ വിലാസം ഇവിടെ ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ വിലാസങ്ങളും ചേർക്കാൻ കഴിയും. അവസാനമായി, ഡോക്യുമെന്റ് പ്രിന്റ് അറ്റാച്ച്മെന്റ് എന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന് ഇമെയിൽ അയക്കുമ്പോൾ സെയിൽസ് ഓർഡർ അറ്റാച്ച്മെന്റായി അയക്കണോ, ഡോക്യുമെന്റിന്റെ ലിങ്ക് മാത്രം അയക്കണോ, അല്ലെങ്കിൽ അടിസ്ഥാന വിവരങ്ങൾ മാത്രം അയക്കണോ എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഈ അറ്റാച്ച്മെന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫയൽ സ്വയമേവ ഇമെയിലിനൊപ്പം അയക്കപ്പെടും. അല്ലെങ്കിൽ ലിങ്ക് അയക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സെയിൽസ് ഓർഡറിന്റെ ലിങ്ക് നിങ്ങളുടെ കസ്റ്റമർമാർക്ക് ഇമെയിൽ വഴി അയക്കപ്പെടും. നിങ്ങൾ ആവശ്യമായില്ല എന്നത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സെയിൽസ് ഓർഡർ നമ്പർ, ഡോക്യുമെന്റ് നമ്പർ, കമ്പനി പേർ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ മാത്രം അയക്കപ്പെടും. കൂടാതെ നിങ്ങൾ സെയിൽസ് ഓർഡറിലേക്ക് ഏതെങ്കിലും ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റുകൾക്ക് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റും നിങ്ങളുടെ കസ്റ്റമറുടെ മെയിൽ ഐഡിയിലേക്ക് അയക്കപ്പെടും. ഇനി കോൺഫിഗറേഷൻ ഈ ഭാഗത്തേക്ക് പോവാം. ഇത് കൂടി അതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടോ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ കഴിയും. എപ്പോൾ നോട്ടിഫിക്കേഷനുകൾ അയക്കണമെന്ന് തിരഞ്ഞെടുക്കാനും അവ ആരെക്കാണ് അയക്കേണ്ടതെന്ന് നിർണ്ണയിക്കാനും കഴിയും. നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. കൂടാതെ ഒരു സ്ഥിരമായ നമ്പറിലേക്ക്, ഉദാഹരണത്തിന് നിങ്ങളുടെ ഹെഡ് ഓഫീസ് നമ്പറിലേക്കോ ഒരു നിർദ്ദിഷ്ട വ്യക്തിയിലേക്കോ അയക്കണമെങ്കിൽ ആ നമ്പർ ഇവിടെ ചേർക്കാം. അങ്ങനെ എല്ലാ സെയിൽസ് ഓർഡർ നോട്ടിഫിക്കേഷനുകളും അവിടേക്ക് പോകും. അടുത്തത് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ സന്ദേശങ്ങൾ അയക്കണമെന്ന്, ആരെക്കാണ് അയക്കേണ്ടതെന്ന്, കൂടാതെ ബിസിനസ് സന്ദേശമാണോ സാധാരണ സന്ദേശമാണോ എന്നതും തിരഞ്ഞെടുക്കാം. സന്ദേശത്തോടൊപ്പം ഡോക്യുമെന്റ് പ്രിന്റ് അറ്റാച്ച് ചെയ്യണോ എന്നതും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഉദാഹരണത്തിന്, ഞാൻ പാരന്റ് ഡോക്യുമെന്റിൽ ഡിസ്പാച്ച് തിരഞ്ഞെടുക്കുകയും സേവ് ചെയ്യുകയും ചെയ്താൽ ഞാൻ സാധനങ്ങൾ അയക്കുന്ന പാർട്ടിയെ ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനുശേഷം ഞാൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഡിസ്പാച്ച് ചെയ്ത ക്വാണ്ടിറ്റികൾ തിരഞ്ഞെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഞാൻ 2 ക്വാണ്ടിറ്റി ഡിസ്പാച്ച് ചെയ്തു. അതിൽ ഒരു ക്വാണ്ടിറ്റി പാർട്ടിയിൽ നിന്ന് തിരികെ വന്നു. ആ റിട്ടേൺ ക്വാണ്ടിറ്റി ഞാൻ തിരഞ്ഞെടുക്കുകയും സേവ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഡിസ്പാച്ച് സമയത്ത് പാർട്ടി ഏതെങ്കിലും അറ്റങ്ങൾ തിരികെ നൽകിയാൽ നിങ്ങൾക്ക് ഒരു സെയിൽസ് റിട്ടേൺ ചലാൻ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സെയിൽസ് ഇൻവോയ്സിലേക്ക് വരാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി ഒരു പാർട്ടിക്ക് വിറ്റു എന്ന് കരുതൂ. നിങ്ങൾക്ക് വെയർഹൌസുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെയർഹൌസ് തിരഞ്ഞെടുക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഡിസ്പാച്ച് ഡോക്യുമെന്റിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്യുകയും ഡിസ്പാച്ച് ചെയ്ത ക്വാണ്ടിറ്റി തിരഞ്ഞെടുക്കുകയും തുടർന്ന് മുന്നോട്ട് പോകുകയും ചെയ്യാം. സെയിൽസ് ഇൻവോയ്സ് സ്ക്രീനിൽ നിങ്ങൾക്ക് പോലുള്ള ചില പുതിയ ഓപ്ഷനുകൾ കാണാം. ഇൻവോയ്സ് സൃഷ്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക ഇവിടെ നൽകാം. ഇതുപോലെ നിങ്ങൾക്ക് ഈ തുക ഏത് കാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലാണ് സ്വീകരിച്ചതെന്ന് തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന്, മൊത്തം ബിൽ 50,000 ആണെങ്കിൽ അതിൽ 5,000 അഡ്വാൻസ് പേയ്മെന്റ് ആയി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ 5,000 ഇവിടെ നൽകാം. ബാക്കി വരുന്ന 45,000 നിങ്ങളുടെ ക്രെഡിറ്റ് സെയിലായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കി വരുന്ന തുകയ്ക്ക് വേണ്ടി അതായത് ഓട്ടോമേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റുകൾ സൃഷ്ടിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഇതിനകം തന്നെ 5,000 നിങ്ങളുടെ കെനെപ് അക്കൗണ്ടിൽ ഡൗൺ പേയ്മെന്റായി സ്വീകരിച്ചിട്ടുണ്ടെന്നും ബാക്കി 45,000 ഇൻസ്റ്റാൾമെന്റുകളായി ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതാം. നിങ്ങൾക്ക് എത്ര ബഗകളാണ് വേണമെന്ന്, ഉദാഹരണത്തിന് 6 ഇൻസ്റ്റാൾമെന്റുകൾ സെറ്റ് ചെയ്യാം. തുടക്കം എപ്പോഴാണെന്ന്, ഉദാഹരണത്തിന് ഇന്നാണ്, തിരഞ്ഞെടുക്കാം. അതിനുശേഷം സിമ്പിളായി ക്ലിക്ക് ചെയ്യൂ. മനസ്സിലാക്കുക, ഈ സെക്ഷനിൽ വെറും വിവരങ്ങൾ മാത്രം സൂക്ഷിക്കുന്നതാണ്. ഇവിടെ പോസ്റ്റിംഗോ റിപ്പോർട്ടിംഗോ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴും ക്ലിക്ക് ചെയ്ത് അടുത്ത ഡ്യൂ ഡേറ്റ് പരിശോധിക്കാം. സെയിൽസ് ഇൻവോയ്സിൽ മറ്റു ചില ഓപ്ഷനുകളും ഉണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ 2 ഇൻവോയ്സുകൾക്കായി പ്രൊമോഷൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് റൺ ചെയ്യാം.
പ്രൊമോഷനുകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നാം പിന്നീട് ടെറർ മോഡ്യൂളിൽ വിശദീകരിക്കും. അതുകൂടാതെ ഒരു ഷെഡ്യൂൾ ഓപ്ഷനുമുണ്ട്. നിങ്ങൾ ഓരോ തവണയും മാനുവലായി ഇൻവോയ്സ് സൃഷ്ടിക്കുന്നതിന് പകരം ഈ ഇൻവോയ്സ് ഓരോ മാസവും ഓട്ടോമാറ്റിക്കായി സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് സേവ് ചെയ്ത ശേഷം അതിനായി ഷെഡ്യൂൾ ചെയ്യാം. ഇൻവോയ്സ് സൃഷ്ടിക്കുന്ന സമയത്ത് അല്ല, ഇൻവോയ്സ് മോഡിഫൈ ചെയ്യുമ്പോഴാണ് ഷെഡ്യൂൾ ഓപ്ഷൻ ലഭ്യമാകുന്നത്. അവസാനമായി, നിങ്ങൾക്ക് സെയിൽസ് ബില്ലുകൾ ഓരോന്നായി മാനുവലായി സൃഷ്ടിക്കേണ്ടതില്ല. ഒരുപാട് സെയിൽസ് ബില്ലുകൾ ഒരുമിച്ച് റെഡി ആണെങ്കിൽ അവയെല്ലാം ഒരുമിച്ച് എക്സൽ വഴി ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ക്ലിക്കിൽ തന്നെ സെയിൽസ് ബില്ലുകൾ ബൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വളരെ സമയം ലാഭിക്കാനാകും. അടുത്തതായി സെയിൽസ് ഓർഡറിലെ നോട്ടിഫിക്കേഷൻ സെക്ഷനും അതിന്റെ കോൺഫിഗറേഷനും ആണ് നമുക്ക് കാണാനിരിക്കുന്നത്. ആദ്യം ഇമെയിൽ കോൺഫിഗറേഷനാണ്. ഇമെയിൽ കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സിസ്റ്റം ലഭ്യമാണ്. അത് സിമ്പിൾ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് അടിസ്ഥാനത്തിലോ ആകാം. നിങ്ങൾ ടെംപ്ലേറ്റ് അടിസ്ഥാനമാക്കിയുള്ളത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ടെംപ്ലേറ്റുകൾ സൃഷ്ടിച്ച് അതനുസരിച്ച് തിരഞ്ഞെടുക്കാനും കഴിയും. നിങ്ങൾ സിമ്പിൾ ഫോർമാറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു അടിസ്ഥാന ഫോർമാറ്റ് മാത്രമാണ് മെയിലിൽ അയക്കുന്നത്. അതിനുശേഷം ഓട്ടോ ഇമെയിൽ ഓൺ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ ഏത് ടാബിൽ അയക്കണമെന്നത് തീരുമാനിക്കാം. ഞാൻ എല്ലാം തിരഞ്ഞെടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സൃഷ്ടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തോ. അടുത്തത് നിങ്ങൾക്ക് സബ്ജക്റ്റ് നൽകാം. ഇതാണ് ഇമെയിലിൽ അയക്കുന്ന സബ്ജക്റ്റ് ലൈൻ. അതിനുശേഷം ഇമെയിലിന്റെ പ്രധാന ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ അയക്കേണ്ടത് ആരെക്കാണ്? നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എന്ന വിഭാഗം തിരഞ്ഞെടുക്കാം, അതായത് നിങ്ങൾക്ക് ഇമെയിൽ അയക്കേണ്ട ആളുകളുടെ അല്ലെങ്കിൽ കസ്റ്റമർമാരുടെ ഗ്രൂപ്പുകൾ. അതിനുശേഷം നിങ്ങൾക്ക് മെയിൽ ആരെയെങ്കിലും ചേർക്കണമെങ്കിൽ ഓരോ തവണയും മെയിൽ കസ്റ്റമറിലേക്ക് പോകുമ്പോൾ ഇമെയിലിരിക്കുന്ന വ്യക്തിക്കും മെയിൽ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം സംഭയും ചേർക്കാം. നിങ്ങളുടെ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റിന്റെ അറ്റാച്ച്മെന്റ് ലഭിക്കണമെങ്കിൽ ഇവിടെ അറ്റാച്ച്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ സെയിൽസ് ഓർഡറിന്റെ ലിങ്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ലിങ്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ടെലജെറ്റർ തിരഞ്ഞെടുക്കാം. ഇമെയിലിനൊപ്പം അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റും അയക്കണമെങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും അറ്റാച്ച്മെന്റ് ബോക്സ് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അടുത്തതായി ഡെക്കദ് ഓപ്ഷനാണ്. ഇത് സമാനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടോ ഡെക്കദ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാം, പിന്നെ ഡെക്കദ് അയക്കേണ്ട വ്യക്തിയെ തീരുമാനിക്കാം, കൂടാതെ ഡിഫോൾട്ട് ഓപ്ഷനുകളിൽ നിന്ന് ടെംപ്ലേറ്റുകൾ തിരഞ്ഞെടുക്കാം. ഇവിടെയും നിങ്ങൾക്ക് ഒരു സ്ഥിരമായ നമ്പർ നൽകാം, ഉദാഹരണത്തിന് ഒരു നമ്പർ. അപ്പോൾ ഓരോ തവണയും ഡെക്കദ് അയക്കുമ്പോൾ ഈ നമ്പറിലും നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ഹെഡ് ഓഫീസിലോ ഒരു നിർദ്ദിഷ്ട വ്യക്തിയിലോ സെയിൽസ് ഓർഡർ നോട്ടിഫിക്കേഷൻ എപ്പോഴും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്രദമാണ്. അടുത്തത് വാട്സാപ്പ് കോൺഫിഗറേഷനാണ്. ഇത് കൂടി അതേപോലെയാണ്. നിങ്ങൾക്ക് ഓട്ടോ വാട്സാപ്പ് ഓൺ ആക്കാം, സന്ദേശം അയക്കേണ്ട സമയം തിരഞ്ഞെടുക്കാം, ആരെക്കാണ് അയക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. അതിനുശേഷം സന്ദേശം അയക്കാൻ വാട്സാപ്പ് വെബോ വാട്സാപ്പ് ബിസിനസ്സോ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്വന്തം സന്ദേശ ടെംപ്ലേറ്റുകളും സൃഷ്ടിക്കാം. സന്ദേശത്തോടൊപ്പം സെയിൽസ് ഓർഡറിന്റെ ടാഗ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. അത് ടിക്ക് ചെയ്താൽ നിങ്ങളുടെ വാട്സാപ്പ് സന്ദേശത്തോടൊപ്പം ടാഗ് അയക്കപ്പെടും. ഇപ്പോൾ അപ്രൂവൽ സെക്ഷനിലേക്കാണ് പോകുന്നത്. ആദ്യം അപ്രൂവൽ കോൺഫിഗറേഷൻ എന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഒരു ബിസിനസ് നടത്തുമ്പോൾ സാധാരണയായി പലരെയും ഉൾപ്പെടുത്താറുണ്ട്. ചിലർ ജീവനക്കാരും, ചിലർ മാനേജർമാരും, ചിലർ ഉയർന്ന അധികാരികളും. ഈ ക്രമീകരണത്തിൽ ഇൻവോയ്സ്, സെയിൽസ് ഓർഡർ പോലുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾക്ക് ആരും വേണമെന്ന പോലെ അപ്രൂവ് ചെയ്യാൻ കഴിയരുത്. അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്രൂവൽ കോൺഫിഗർ ചെയ്യുന്നതാണ്. അതായത് ഒരു യൂസർ സെയിൽസ് ഓർഡറോ സെയിൽസ് ഇൻവോയ്സോ സൃഷ്ടിച്ചാൽ ആദ്യം അത് നിശ്ചയിച്ചിരിക്കുന്ന അപ്രൂവൽ വ്യക്തിയുടെ ലോഗിനിലേക്ക് റിവ്യൂവിനായി പോകും. അപ്രൂവൽ വ്യക്തി ആ ഡോക്യുമെന്റ് പരിശോധിച്ച് അപ്രൂവ് ചെയ്യുമ്പോഴാണ് മാത്രം സെയിൽസ് ഇൻവോയ്സ് നിങ്ങളുടെ അക്കൗണ്ടുകളിലോ ഇൻവെന്ററി സിസ്റ്റത്തിലോ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനാൽ അടിസ്ഥാനത്തിൽ അപ്രൂവൽ കോൺഫിഗറേഷൻ ഉപയോഗിച്ച് ഈ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ഫൈനലൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ആരാണ് അധികാരമുള്ളത് എന്നത് നിയന്ത്രിക്കാൻ കഴിയും. അതിലൂടെ നിങ്ങളുടെ ബിസിനസ് പ്രക്രിയ സുരക്ഷിതവും കൃത്യവുമാക്കാം. ശരി, ഇപ്പോൾ നമുക്ക് 3 വിധത്തിലുള്ള അപ്രൂവൽ കോൺഫിഗറേഷൻ രീതികൾ ഉണ്ട്. ആദ്യം ഓൺ ലെവൽ അപ്രൂവൽ അല്ലെങ്കിൽ ഓൺ ലെവൽ വർക്ക് ഫ്ലോ എന്നതാണ്. ഇവിടെ എല്ലാ അപ്രൂവലുകൾക്കും ഉത്തരവാദിയായ ഒരൊറ്റ യൂസറെ നിങ്ങൾ സജ്ജീകരിക്കാം. അപ്രൂവൽ ആവശ്യമായ എല്ലാ ഡോക്യുമെന്റുകളും ആ യൂസറുടെ ലോഗിനിൽ കാണിക്കും.
ആ യൂസർ ഡോക്യുമെന്റ് അപ്രൂവ് ചെയ്യാൻ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് യൂസറെ കൂടി സജ്ജീകരിക്കാം. പ്രധാന യൂസറുടെ പകരം ആവശ്യമുള്ളപ്പോൾ ഈ വ്യക്തി അപ്രൂവ് ചെയ്യാൻ കഴിയും. അതിനുശേഷം 2 ലെവൽ അപ്രൂവൽ രീതിയുമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 2 യൂസർമാരെയും 2 ഓൾട്ടർനേറ്റീവ് യൂസർമാരെയും നിർദ്ദിഷ്ടമാക്കാൻ കഴിയും. അതിനാൽ അടിസ്ഥാനത്തിൽ ഇത് ഒരു അധിക അപ്രൂവൽ ലെയർ കൂടി ചേർക്കുന്നു, കൂടുതൽ നിയന്ത്രണത്തിനോ വ്യത്യസ്ത തരത്തിലുള്ള ഡോക്യുമെന്റുകൾക്കോ വേണ്ടി. മൂന്നാമതായി, കൂടുതൽ ഫ്ലെക്സിബിളും ശക്തവുമായ വർക്ക് ഫ്ലോ കോൺഫിഗറേഷനാണ് നമുക്ക് ഉള്ളത്. നിങ്ങൾക്ക് വിവിധ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി നിങ്ങളുടെ സ്വന്തം കസ്റ്റം വർക്ക് ഫ്ലോ സൃഷ്ടിക്കാം. ഉദാഹരണത്തിന് 50,000 വരെ ബിൽ തുകയുള്ളത് വ്യക്തി ചെലയ്ക്ക് അപ്രൂവലിന് പോകണം എന്നും 1,00,000 അല്ലെങ്കിൽ 1,20,000 തുകയിലധികം ഉള്ളത് വ്യക്തി ചെലയ്ക്ക് അപ്രൂവലിന് പോകണം എന്നും നിങ്ങൾ സജ്ജീകരിക്കാം. അതിനാൽ നിങ്ങളുടെ ബിസിനസ് പ്രോസസ്സിന് പൂർണ്ണമായും അനുയോജ്യമായ ഒരു അപ്രൂവൽ മാട്രിക്സ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും. ഇതാണ് അടിസ്ഥാനത്തിൽ അപ്രൂവൽ കോൺഫിഗറേഷന്റെ ഒരു അവലോകനം. ഇപ്പോൾ നമുക്ക് സെയിൽസ് ഓർഡർ പ്രോസസ്സുമായി തുടരാം. ഇവിടെ ഞാൻ ഒരു എസ്റ്റിമേറ്റിൽ നിന്ന് സെയിൽസ് ഓർഡർ പുൾ ചെയ്യുകയാണ്. ആദ്യം പാർട്ടി തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഞാൻ കെവർ 2 ഇന്ത്യയ്ക്കായി ഒരു എസ്റ്റിമേറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നീട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എസ്റ്റിമേറ്റ് തിരഞ്ഞെടുക്കുകയും അതിനെ സേവ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് നമുക്ക് ഡിസ്പാച്ച് ഭാഗമുണ്ട്. നിങ്ങളുടെ സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്യാനുള്ള സമയമാണെന്ന് കരുതുക. നിങ്ങൾ 100 ക്വാണ്ടിറ്റികൾക്കായി ഒരു സെയിൽസ് ഓർഡർ സൃഷ്ടിച്ചു എന്ന് പറയാം. ഇപ്പോൾ ആ ക്വാണ്ടിറ്റികൾ ഡിസ്പാച്ച് ചെയ്യാനാണ് പോകുന്നത്. വീണ്ടും പാർട്ടി തിരഞ്ഞെടുക്കുക, അതായത് 2 ഇപ്പോൾ ഇവിടെ ഒരു കോൺഫിഗറേഷൻ സജ്ജമാക്കേണ്ടതുണ്ട്. ഡിസ്പാച്ച് ഏത് ഡോക്യുമെന്റിൽ നിന്ന് പുൾ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അത് ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കാം, സെയിൽസ് ഓർഡർ ആയിരിക്കാം, സെയിൽസ് ഇൻവോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗുഡ്സ് റിസീറ്റ് നോട്ട് ആയിരിക്കാം. നിങ്ങളുടെ പ്രോസസ്സിനെ ആശ്രയിച്ച് അതനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ സെയിൽസ് ഓർഡർ തിരഞ്ഞെടുക്കുന്നു, പിന്നെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുൾ ഫ്രം ഓർഡർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സൃഷ്ടിച്ച ഓർഡർ തിരഞ്ഞെടുക്കുക, പിന്നെ അത് സൃഷ്ടിച്ച് സേവ് ചെയ്യുക. അടുത്തതായി നമുക്ക് സെയിൽസ് റിട്ടൻഷൻ ഉണ്ട്. നിങ്ങൾ ഡിസ്പാച്ചിൽ 100 ക്വാണ്ടിറ്റികൾ അയച്ചുവെന്ന് പറയാം, പക്ഷേ പാർട്ടി തിരികെ എഴുതി പറയുന്നു 10 ഉൽപ്പന്നങ്ങൾ ഡാമേജ് ആയോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ക്വാളിറ്റി പ്രശ്നങ്ങളോ ഉണ്ടായി എന്ന്. ചില ഉൽപ്പന്നങ്ങൾ തകർന്നിരിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ പാലിച്ചില്ലായിരിക്കാം. കാരണമെന്തായാൽ അതിനായി നിങ്ങൾക്ക് ഒരു സെയിൽസ് റിട്ടൻഷൻ അല്ലെങ്കിൽ ഡിസ്പാച്ച് റിട്ടൻഷൻ സൃഷ്ടിക്കാം. വീണ്ടും പാർട്ടി തിരഞ്ഞെടുക്കുക. ഈ കേസിൽ 2 പിന്നെ ഡിസ്പാച്ചിൽ നിന്ന് പുൾ ചെയ്യുക. നിങ്ങൾ 4 ക്വാണ്ടിറ്റി ഡിസ്പാച്ച് ചെയ്തുവെന്ന് കരുതുക. പാർട്ടി പറയുന്നു അതിൽ 2 ഡിഫക്റ്റീവ് ആണെന്ന്. ആ 2 ക്വാണ്ടിറ്റികളും ഇവിടെ തിരഞ്ഞെടുക്കാം. റിട്ടൻഷൻ രജിസ്റ്റർ ചെയ്യാം. മറ്റൊരു കാര്യവും, നിങ്ങളുടെ ഡോക്യുമെന്റുകൾ ഭാഗികമായി പുൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ഈ വിൻഡോയിൽ ഓരോ ഇൻവോയ്സിനും സെലക്ട് അല്ലെങ്കിൽ അൺസെലക്ട് ഓപ്ഷനുകളോടെ വൗച്ചർ നമ്പർ പ്രകാരം ഡോക്യുമെന്റുകൾ വേർതിരിച്ചാണ് കാണുക. അതിനാൽ നിങ്ങളുടെ സെയിൽസിലോ ഈ പുൾ ഫ്രം ഡിസ്പാച്ച് വിൻഡോയിലോ ഒന്നിലധികം വൗച്ചറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ നമ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാനും തിരയാനും കഴിയും. മുഴുവൻ ഡോക്യുമെന്റും ഒരുമിച്ച് പുൾ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രത്യേക ലൈനുകൾ മാത്രം തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ 2 അറ്റങ്ങൾ മാത്രം പുൾ ചെയ്യാം, ശേഷിച്ചോ പിന്നീട് ലഭ്യമായിരിക്കും. അല്ലെങ്കിൽ ഒരു അറ്റത്തിന്റെ ഭാഗിക ക്വാണ്ടിറ്റി മാത്രം പുൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ അതിന്റെ കൃത്യമായ ക്വാണ്ടിറ്റി നൽകാം. നിങ്ങൾ 4 ക്വാണ്ടിറ്റി ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് കരുതൂ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ 2 ക്വാണ്ടിറ്റി തിരിച്ചെടുക്കുകയാണ്. ഇവിടെ ആ 2 ക്വാണ്ടിറ്റികൾ മാത്രം വ്യക്തമാക്കുകയും ഓക്കെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. ഇത് തിരികെ വന്ന ആ അറ്റങ്ങൾക്കായി ഒരു സെയിൽസ് റിട്ടൻഷൻ ചലഞ്ച് സൃഷ്ടിക്കും. അടുത്തതായി നിങ്ങൾ സെയിൽസ് ഇൻവോയ്സ് സൃഷ്ടിക്കുന്നതിലേക്ക് നീങ്ങും. ഇതാണ് പ്രധാന ഘട്ടം. സെയിൽസ് ഇൻവോയ്സിൽ വെയർഹൌസ് ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം, പിന്നെ കസ്റ്റമർ തിരഞ്ഞെടുക്കാം. ഈ സാഹചര്യത്തിൽ 2 അതിനുശേഷം പുൾ ഫ്രം ഡിസ്പാച്ച് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ 4 ക്വാണ്ടിറ്റി ഡിസ്പാച്ച് ചെയ്തതിനാൽ ആ 4 ക്വാണ്ടിറ്റിക്കായാണ് സെയിൽസ് ബിൽ സൃഷ്ടിക്കുന്നത്. ഡോക്യുമെന്റുകൾ പുൾ ചെയ്യാൻ നിങ്ങൾ ഡിസ്പാച്ച് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഇതാണ് ഇവിടെ സെയിൽസ് ഡാറ്റ പുൾ ചെയ്യാനുള്ള പ്രധാന മാർഗം. ഡോക്യുമെന്റുകൾ പുൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്ഷനുകൾ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. സെയിൽസ് ഇൻവോയ്സിൽ ചില പ്രധാനപ്പെട്ട ഓപ്ഷനുകളും ലഭ്യമാണ്. ലഭിച്ച തുക. നിങ്ങളുടെ ബിൽ 50,000 ആണെന്ന് പറയൂ, പക്ഷേ നിങ്ങൾക്ക് ഇതിനകം 5,000 അഡ്വാൻസ് പേയ്മെന്റായി ലഭിച്ചിട്ടുണ്ട്. ആ അഡ്വാൻസ് തുക ഇവിടെ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. കൂടാതെ നിങ്ങൾക്ക് ലഭിച്ച ലെഡ്ജറും തിരഞ്ഞെടുക്കാം, അത് ജനറൽ ആണോ, കാഷ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേയ്മെന്റ് മോഡാണോ എന്നത്.
ഡെക്ക് ജനറേറ്റ് ചെയ്യുക. ഈ തുകയ്ക്ക് ഡെക്ക് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനറേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഇത് വെറും വിവരങ്ങൾക്കായാണ് എന്നത് മനസ്സിലാക്കുക. യാതൊരു പോസ്റ്റിംഗും അല്ലെങ്കിൽ റിപ്പോർട്ടിംഗും സ്വയമേവ നടക്കില്ല. നിങ്ങൾ ജനറേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബിൽ തുക, ഡൗൺ പേയ്മെന്റ്, ഉദാഹരണത്തിന് 10,000, എത്ര ആണെന്ന്, ഉദാഹരണത്തിന് 9 എന്നിവ നിങ്ങൾ നൽകണം. ആരംഭിക്കുന്ന തീയതിയും നിങ്ങൾ തിരഞ്ഞെടുക്കണം, അത് ഇന്നത്തെ തീയതിയാകാം. ജനറേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഒരു ഡെക്ക് ഷെഡ്യൂൾ സൃഷ്ടിക്കും. ഈ ഷെഡ്യൂൾ നിങ്ങൾക്ക് എക്സൽ ഫയലായി ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഒക്കെ ക്ലിക്ക് ചെയ്യാം. പിന്നീട് ഈ ഡെക്ക് ഷെഡ്യൂൾ കാണാൻ നിങ്ങൾ വീണ്ടും ഇൻവോയ്സ് സന്ദർശിച്ച് ജനറേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ലോജിസ്റ്റിക്സ് ഓപ്ഷൻ ഞാൻ മുമ്പത്തെ ഇൻവോയ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്, അതിനാൽ ഇവിടെ വിശദമായി പറയുന്നില്ല. എല്ലാം കഴിഞ്ഞാൽ സേവ് ക്ലിക്ക് ചെയ്യുക. സെയിൽസ് ഇൻവോയ്സ് മോഡിഫിക്കേഷൻ വിൻഡോയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഓപ്ഷനുകൾ കാണാം. എഡിറ്റ് റിമാർക്ക്. നിങ്ങൾ ഒരു ബിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ഇവിടെ റിമാർക്കുകൾ ചേർക്കാനോ എഡിറ്റ് ചെയ്യാനോ കഴിയും. അപ്രൂവൽ കോൺഫിഗറേഷൻ. നിങ്ങൾ അപ്രൂവൽ കോൺഫിഗർ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻവോയ്സ് സ്വയമേവ അപ്രൂവ് ചെയ്യപ്പെടും. നിങ്ങൾ അപ്രൂവൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വൗച്ചർ അപ്രൂവൽ ഘട്ടത്തിൽ കാണിക്കും. നിയോഗിച്ചിരിക്കുന്ന അപ്രൂവേഴ്സിന് മാത്രമേ ഇത് മാറ്റം വരുത്താൻ കഴിയൂ. മറ്റുള്ളവർക്ക് അതിന് കഴിയില്ല. ഇൻവോയ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, അപ്രൂവലിന് കാത്തിരിക്കുകയാണോ എന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ഇവ ഇൻവോയ്സുകളിൽ നിങ്ങൾ പ്രൊമോഷനുകൾ നടത്താൻ കഴിയും. പ്രൊമോഷനുകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ വിശദീകരണം ഉള്ള പോയിന്റ് ഓഫ് സെയിൽ മോഡ്യൂൾ സെക്ഷൻ പരിശോധിക്കുക. കൂടാതെ നിങ്ങളുടെ സെയിൽസ് സ്ഥിരമായി ആവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇൻവോയ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഓരോ മാസവും ഒരേ സെയിൽസ് ഇൻവോയ്സ് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഓപ്ഷൻ ഉപയോഗിക്കാം. ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂളിനെ വിശദീകരിക്കുക. അതിനെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെക്ക് എന്ന് ലേബൽ ചെയ്യാം. ഇന്റർവൽ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് മാസത്തിൽ ഒരിക്കൽ തുടക്കം തീയതി സെലക്ട് ചെയ്യുക. ബില്ലിംഗ് പീരിയഡ് നിങ്ങൾക്ക് വ്യക്തമാക്കാം. ഉദാഹരണത്തിന് മെയ് 1 മുതൽ ഡിസംബർ 31 വരെ. ഇൻവോയ്സ് ഏത് തീയതിയിലാണ് സൃഷ്ടിക്കേണ്ടതെന്ന്, ഉദാഹരണത്തിന് 5 തീയതി, 10 തീയതി അല്ലെങ്കിൽ 15 തീയതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ അത് 7 തീയതിയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത ഇൻവോയ്സുകൾ സ്വയമേവ സൃഷ്ടിക്കാനാകും. ഈ ഷെഡ്യൂൾ ഫീച്ചർ സിസ്റ്റത്തിലെ എല്ലാ വൗച്ചറുകളിലും ലഭ്യമാണ്. ഇപ്പോൾ ഓപ്ഷൻ സംബന്ധിച്ച് ഇത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഹിസ്റ്ററി കാണാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഇൻവോയ്സ് മാറ്റം വരുത്തിയ ഉപയോക്താവിന്റെ തീയതി, റിമാർക്കുകൾ, സമയം, യൂസർ നെയിം എന്നിവ നിങ്ങൾക്ക് കാണാം. ഇൻവോയ്സിൽ വരുത്തിയ മാറ്റങ്ങൾ ആരാണ് ചെയ്തെന്നും അത് ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അവസാനമായി ഇവിടെ ഇമ്പോർട്ട് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നിലധികം സെയിൽസ് ഇൻവോയ്സുകൾ ഉണ്ടെങ്കിൽ ഓരോന്നും കൈമാറി സൃഷ്ടിക്കുന്നതിന് പകരം അവയെല്ലാം ഒരുമിച്ച് എക്സൽ വഴി ഇമ്പോർട്ട് ചെയ്യാം. എക്സൽ ടെംപ്ലേറ്റ് ലഭിക്കാൻ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫോർമാറ്റിൽ നിങ്ങളുടെ സെയിൽസ് ഇൻവോയ്സുകൾ പൂരിപ്പിച്ച് പിന്നീട് ആ ഫയൽ സിസ്റ്റത്തിലേക്ക് തിരിച്ചും ഇമ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സൃഷ്ടിക്കേണ്ട ഇൻവോയ്സുകൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സമയം ലാഭിക്കാനാവും. ഇമ്പോർട്ട് ഷീറ്റിലെ പ്രധാന കോളങ്ങൾ ഞാൻ നിങ്ങളെ വഴി നയിക്കും. നിങ്ങളുടെ ഡാറ്റ ഈ കോളങ്ങളിൽ നിങ്ങൾ നൽകേണ്ടതുണ്ട്. ചില കോളങ്ങൾ കസ്റ്റമറുമായി ബന്ധപ്പെട്ടവയാണ്, അവ ബാധകമല്ലെങ്കിൽ ഒഴിവാക്കാം. ബ്രാഞ്ച്. നിങ്ങളുടെ ബിസിനസ്സിന് ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ബ്രാഞ്ചിന്റെ പേര് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന ബ്രാഞ്ച് നൽകാം. വെയർഹൌസ് നെയിം. സാധനങ്ങൾ അയക്കുന്ന വെയർഹൌസിന്റെ പേര് ഇവിടെ രേഖപ്പെടുത്തുക. മന്ത് ടൈപ്പ്. ഇത് ബിൽ കാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നതിനെ സൂചിപ്പിക്കുന്നു. അനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ കാഷ് സെയിൽസ് ബിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാഷ് തിരഞ്ഞെടുക്കുക. ബിൽ ടൈപ്പ്. സെയിൽസ് ബിൽ കാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കാഷ് തിരഞ്ഞെടുക്കുന്നു. GST ടൈപ്പ്. ടാക്സ് ഇൻവോയ്സ്, എക്സ്പോർട്ട്, ബോണ്ടഡ്, നോൺ ബോണ്ടഡ്, ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ പോലുള്ള ഇൻവോയ്സിന്റെ തരം തിരഞ്ഞെടുക്കുക. കൂടുതൽ സാധാരണ സെയിൽസുകൾക്കായി ടാക്സ് ഇൻവോയ്സ് തിരഞ്ഞെടുക്കുക. കാഷ് ബാങ്ക് ലെഡ്ജർ. ബിൽ കാഷ് സെയിൽ ആണെങ്കിൽ ഇവിടെ കാഷ് അല്ലെങ്കിൽ ബാങ്ക് ലെഡ്ജർ തിരഞ്ഞെടുക്കുക. ഇത് ക്രെഡിറ്റ് ആണെങ്കിൽ ഈ കോളം ഒഴിവാക്കുക. വിഭാഗം. ഏതെങ്കിലും പ്രത്യേക ബിൽ വിഭാഗം ഉണ്ടെങ്കിൽ അത് ഇവിടെ വ്യക്തമാക്കുക. അല്ലെങ്കിൽ ഒഴിവാക്കുക. പാർട്ടി നാമം.
കസ്റ്റമർ അല്ലെങ്കിൽ പാർട്ടി നാമം വ്യക്തമാക്കുക. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ യവർ ആൻഡ് ഫിക്സ് വിത്ത് എന്ന് നൽകുന്നു. പാർട്ടി ഇമെയിൽ. പാർട്ടിയുടെ ഇമെയിൽ വിലാസം ലഭ്യമായാൽ ഇവിടെ നൽകാം, പക്ഷേ ഇത് നിർബന്ധമല്ല. വിതരണ സ്ഥലം. ഇത് സാധാരണയായി കസ്റ്റമർ മാസ്റ്ററിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി എടുക്കും, എന്നാൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ മാനുവലായി നൽകാം. കറൻസി കോഡ്. ബിൽ വേറൊരു കറൻസിയിലാണെങ്കിൽ, മൾട്ടികറൻസി ബില്ലിംഗ് ആണെങ്കിൽ കറൻസി കോഡ് ഇവിടെ നൽകുക. ഉദാഹരണത്തിന് യൂറോ. വിൽപ്പനക്കാരൻ. വിൽപ്പനയ്ക്ക് ഒരു സെയിൽസ്മാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ്മാന്റെ പേര് ഇവിടെ നൽകുക. പ്രിഫിക്സ്. നിങ്ങളുടെ ബിൽ നമ്പറുകൾക്ക് നിങ്ങൾ ഏതെങ്കിലും പ്രിഫിക്സ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നൽകുക. നിങ്ങൾക്ക് പ്രിഫിക്സ് ഇല്ലെങ്കിൽ ഈ കോളം ഒഴിവാക്കുക. ബിൽ നമ്പർ. വിൽപ്പന ബിൽ നമ്പർ ഇവിടെ നൽകുക. ഇൻവോയ്സിൽ കാണുന്ന നമ്പർ ഇതാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ 03 ആണ് നൽകുന്നത്. വൗച്ചർ നമ്പർ. ഇത് ബിൽ നമ്പറിനൊപ്പം തന്നെ ആയിരിക്കണം. ഇവിടെയും 03 നൽകുക. റഫറൻസ് വൗച്ചർ നമ്പർ. എന്തെങ്കിലും ബന്ധപ്പെട്ട റഫറൻസ് വൗച്ചർ ഉണ്ടെങ്കിൽ അത് ഇവിടെ നൽകുക. അല്ലെങ്കിൽ ഈ കോളം ഒഴിവാക്കുക. വൗച്ചർ തീയതി. ഇൻവോയ്സ് തീയതി നൽകുക. ഉദാഹരണത്തിന്, ഇന്നത്തെ തീയതി 24 കുറയ്ക്കുക 04 ഏപ്രിൽ 24 ആണ്. റഫറൻസ് തീയതി. ഏതെങ്കിലും റഫറൻസ് തീയതി ലഭ്യമായാൽ അത് നിർദ്ദിഷ്ട ഫീൽഡിൽ നൽകാം. അതിനുശേഷം ഏജന്റ് നാമവും ബില്ലിംഗ് അഡ്രസ്സും നൽകേണ്ടതുണ്ട്. ഇത് പാർട്ടി മാസ്റ്ററിൽ നിന്ന് സ്വയമേവ എടുക്കപ്പെടും. ആവശ്യമായാൽ GST നമ്പറും പാർട്ടി കോൺടാക്ട് വ്യക്തിയുടെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവയും ഇവിടെ നൽകാം. ഷിപ്പിംഗ് അഡ്രസ് ബില്ലിംഗ് അഡ്രസ്സിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അതും നിങ്ങൾക്ക് നൽകാം. പേയ്മെന്റ് നിബന്ധനകളും നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ 15 ദിവസങ്ങൾ എന്ന പേരിൽ ഒരു നിബന്ധന സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതനുസരിച്ച് ഡ്യൂ തീയതി മാനുവലായി നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഇവിടെ ചെയ്യാം. അടുത്തത് ബിൽ മൂല്യമാണ്. ഇത് അറ്റം വിശദാംശങ്ങൾ നൽകുമ്പോൾ സ്വയമേവ കണക്കാക്കപ്പെടും. അറ്റം വിഭാഗത്തിൽ ആദ്യം അറ്റത്തിന്റെ പേര് നൽകുക. നിങ്ങൾക്ക് ഒന്നിലധികം അറ്റങ്ങളുമായി ഇടപഴകേണ്ടി വരികയാണെങ്കിൽ അവയുടെ ക്രമം നിർവചിക്കാം. ഏതെങ്കിലും ഉപഐറ്റം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നൽകാം. വിവരണ ഫീൽഡിൽ അറ്റത്തിന്റെ വിശദാംശങ്ങൾ പരാമർശിക്കുക. നിങ്ങൾക്ക് വേറൊരു പ്രിന്റ് വിവരണം ഉണ്ടെങ്കിൽ അതും ഇവിടെ നൽകാം. അല്ലെങ്കിൽ അതേ വിവരണം ഇരുവിടത്തും ഉപയോഗിക്കും. യൂണിറ്റ് ഫീൽഡ്. ഈ അറ്റം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂണിറ്റ് വ്യക്തമാക്കാനാണ്. ഉദാഹരണത്തിന്, എണ്ണം അല്ലെങ്കിൽ പീസുകൾ. പിന്നീട് ക്വാണ്ടിറ്റി നൽകുക. ഉദാഹരണത്തിന് 10 യൂണിറ്റ് എന്ന് വയ്ക്കാം. അറ്റം ഒന്നിലധികം യൂണിറ്റുകളിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ പാക്കിംഗ് ക്വാണ്ടിറ്റിയും ഇവിടെ പറയാം. അറ്റത്തിനുള്ള നിരക്ക് റേറ്റ് ഫീൽഡിൽ നൽകാം. ഉദാഹരണത്തിന്, ഇത് 10,000 ആണെന്ന് കരുതാം. നിരക്കും ക്വാണ്ടിറ്റിയും ഗുണിച്ചാൽ ആകെ തുക കണക്കാക്കപ്പെടും. ഇപ്പോൾ ബാധകമായ നികുതി നൽകുക. ഉദാഹരണത്തിന്, നിങ്ങൾ 18% GST ഈടാക്കുകയാണെങ്കിൽ അത് നികുതി ശതമാനത്തിൽ പരാമർശിക്കുക. ടാക്സബിൾ വാല്യൂ സാധാരണയായി അറ്റത്തിന്റെ തുകയുമായി തുല്യമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നികുതി തുക സ്വയമേവ കണക്കാക്കപ്പെടും. നികുതി ശതമാനം വീണ്ടും ടാക്സ് റേറ്റ് ഫീൽഡിൽ ആവർത്തിച്ച് നൽകണം. നിങ്ങൾ കോൺഫിഗറേഷനിൽ മിസ്സലീനിയസ് 1, 2, 3 പോലുള്ള മിസ്സലീനിയസ് ഫീൽഡുകൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിരക്കുകൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ ബാധകമാണെങ്കിൽ അവ അനുസരിച്ച് ഇവിടെ നൽകാം. അറ്റം ലെവലിൽ ആവശ്യമായ അധിക വിവരങ്ങൾ ഈ ഫീൽഡുകൾ ഉപയോഗിച്ച് ഉൾപ്പെടുത്താൻ കഴിയും. ഈ എല്ലാ വിവരങ്ങളും എക്സലിൽ ശരിയായി പൂരിപ്പിച്ച ശേഷം ഫയൽ സേവ് ചെയ്ത് ഷെയറിലേക്ക് ധൈര്യശാലിയ ഓപ്ഷൻ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യാം. ഇത് ഒരേ സമയം നിരവധി ഓർഡറുകൾ കൈമാറാൻ, ഓരോന്നും കൈയോടെ നൽകാതെ വേഗത്തിലും കാര്യക്ഷമമായും ചെയ്യാനുള്ള മാർഗമാണ്. അടുത്തതായി നമുക്ക് സെയിൽസ് ക്രെഡിറ്റ് നോട്ട്, സെയിൽസ് ഡെബിറ്റ് നോട്ട് എന്നിവയുണ്ട്. ആദ്യം സെയിൽസ് റിട്ടേൺ എന്നതും സെയിൽസ് ക്രെഡിറ്റ് നോട്ട് എന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. നിങ്ങളുടെ ഇൻവെന്ററിയിൽ മാറ്റം വരുത്താൻ ആവശ്യമില്ല, പക്ഷേ ഉപഭോക്താവിന്റെ അക്കൗണ്ടിലോ ലെഡ്ജറിലോ ക്രമീകരണം മാത്രം കാണിക്കണമെങ്കിൽ നിങ്ങൾ സെയിൽസ് ക്രെഡിറ്റ് നോട്ട് സൃഷ്ടിക്കണം. എന്നാൽ സാധനങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇൻവെന്ററിയിലേക്ക് തിരികെ വരികയും അത് കാണിക്കേണ്ടതുമാണെങ്കിൽ നിങ്ങൾ സെയിൽസ് റിട്ടേൺ ഓപ്ഷൻ ഉപയോഗിക്കണം. ഇപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് നോട്ട് എപ്പോൾ ഉപയോഗിക്കണം? നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് ഉപഭോക്താവിന് റീഫണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ ഇൻവോയ്സ് ഒരു പിശകിന്റെ കാരണം മൂലം കൂടുതലായി വിലയിട്ടതാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ക്രെഡിറ്റ് നോട്ട് ഇറക്കാം.
മറ്റൊരു വശത്ത് ഇൻവോയ്സ് കുറവായി വിലയിട്ടതോ ഫ്രൈറ്റ് അല്ലെങ്കിൽ സർവീസ് ചാർജുകൾ പോലുള്ള ചില ചാർജുകൾ ചേർക്കാൻ മറന്നതോ ആണെങ്കിൽ നിങ്ങൾ സെയിൽസ് ഡെബിറ്റ് നോട്ട് സൃഷ്ടിക്കണം. നമുക്ക് പ്രക്രിയ നോക്കാം. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്നിവയ്ക്കുള്ള വൗച്ചർ സ്ക്രീൻ ഒരുപോലെയാണ്. ആദ്യം പാർട്ടി തിരഞ്ഞെടുക്കുക, ഉദാഹരണത്തിന് ലുഡേബ്ദെ. പിന്നീട് ബാക്കി ഫീൽഡുകളും, അതായത് എഗെയിൻസ്റ്റ് ബിൽ നമ്പറും ബിൽ തീയതിയും പൂരിപ്പിക്കുക. നിങ്ങൾ ലുഡേബ്ദെന് ഡിസ്കൗണ്ട് നൽകുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് സർവീസസ് വിഭാഗത്തിൽ ഒരു പുതിയ ഐറ്റം സൃഷ്ടിക്കാം. അത് അഹ്ദംഡ് എന്ന് പേരിടുക, ക്വാണ്ടിറ്റി 1 എന്ന് കാണിക്കുക, തുക 1000 ഇന്ത്യൻ രൂപയായി സെറ്റ് ചെയ്യുക. ഈ ക്രെഡിറ്റ് നോട്ട് ഏത് റഫറൻസ് നമ്പറിനാണ് ഇറക്കുന്നത് എന്നതും വ്യക്തമാക്കുക. ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ ഒരു റാൻഡം റഫറൻസ് നമ്പർ നൽകാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിൽസ് ഡെബിറ്റ് നോട്ട് സൃഷ്ടിക്കാൻ ഈ ചുവന്ന ഘട്ടങ്ങൾ പിന്തുടരാം. ഇതോടെ എസ്റ്റിമേറ്റിൽ നിന്ന് സെയിൽസ് ഓർഡർ, ഡിസ്പാച്ച്, സെയിൽസ് ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, സെയിൽസ് റിട്ടേൺ എന്നിവയിലേക്കുള്ള മുഴുവൻ സെയിൽസ് പ്രക്രിയയും നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഭാഗമായ പേയ്മെന്റ് റിസീറ്റ് ഭാഗത്തേക്ക് പോവാം. കസ്റ്റമറിൽ നിന്ന് ലഭിച്ച തുക രേഖപ്പെടുത്താൻ സെയിൽസ് മെനുവിൽ ഉള്ള യോഗ്യത തെളിവുക എന്ന ഓപ്ഷനിലേക്ക് പോകുക. ഒരു പുതിയ വൗച്ചർ വിൻഡോ പ്രത്യക്ഷപ്പെടും. നമുക്ക് ഫീൽഡുകൾ ഒന്ന് നോക്കാം. ആദ്യം വൗച്ചർ തീയതി തിരഞ്ഞെടുക്കുക. അതിനുശേഷം പാർട്ടി തിരഞ്ഞെടുക്കുക. വളരെ എളുപ്പം. വീണ്ടും യോഗ്യ എന്ന പാർട്ടി തന്നെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ തുക ലഭിക്കുന്ന കാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കാം. ലഭിച്ച തുക നൽകുക, ഉദാഹരണത്തിന് 10,000 ഇന്ത്യൻ രൂപ. പാർട്ടി ബാങ്ക് റഫറൻസ് നമ്പറിൽ പാർട്ടി പണം വെച്ച ബാങ്കിന്റെ പേര് നൽകുക. പുതിയത് സൃഷ്ടിക്കാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഉദാഹരണത്തിന് MMS. അതിനുശേഷം തീയതി ഫീൽഡിൽ രേഖപ്പെടുത്തുക. ഇത് ഉപഭോക്താവ് പണം വെച്ച യഥാർത്ഥ ഇടപാട് തീയതിയാണ്. ഉദാഹരണത്തിന് ഉപഭോക്താവ് ഏപ്രിൽ 27 പണം വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാൽ നിങ്ങൾ ഇത് ഏപ്രിൽ 29 രേഖപ്പെടുത്തുകയാണെങ്കിൽ തീയതി ഫീൽഡിൽ ഏപ്രിൽ 27 എന്നും വൗച്ചർ തീയതിയിൽ ഏപ്രിൽ 29 എന്നും നൽകുക. നിങ്ങൾ വിദേശ കറൻസിയിൽ പണം സ്വീകരിക്കുന്നുവെങ്കിൽ അനുയോജ്യമായ കറൻസി തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് അത് $ലാണെങ്കിൽ കൺവേർഷൻ റേറ്റ് ഓപ്ഷൻ ലഭ്യമായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് പണം ഇന്ത്യൻ രൂപയിൽ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയും. നിശ്ചയിച്ചില്ലെങ്കിൽ ഡിഫോൾട്ട് കറൻസി ഒരു ഇന്ത്യൻ രൂപയായിരിക്കും. ഇപ്പോൾ ബിൽ വിഭാഗത്തിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ബില്ലിംഗ് വിവരങ്ങളും കാണാം. അതിൽ ബിൽ നമ്പർ, ബിൽ തീയതി, ഡ്യൂ തീയതി, അത് ഡെബിറ്റാണോ ക്രെഡിറ്റാണോ, ബിൽ തുക, കൺവേർഷൻ റേറ്റ്, ഡിഫോൾട്ടായി 1, ബാക്കി തുക, അഡ്ജസ്റ്റ് നൗ ഫീൽഡ് എന്നിവ ഉൾപ്പെടുന്നു. നിങ്ങൾ ഈ ബില്ലിൽ എതിരെ 10,000 ഇന്ത്യൻ രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതാം. അഡ്ജസ്റ്റ് നൗ ക്ലിക്ക് ചെയ്താൽ ഈ തുക അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. കസ്റ്റമറിന് നിങ്ങൾ ഏതെങ്കിലും ഡിസ്കൗണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് തുക ഇവിടെ നൽകാം. നിങ്ങൾക്ക് ഒരു റഫറൻസ് നമ്പർ ചേർക്കാനും റഫറൻസ് തീയതി തിരഞ്ഞെടുക്കാനും ബിൽ ബ്രാഞ്ച് തിരഞ്ഞെടുക്കാനും കഴിയും. പ്രയോഗയോഗ്യമായാൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു സബ്പാർട്ടി തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് കഴിയും. ബില്ലിൽ ബാക്കി ഉള്ള മൊത്തം ടാക്സബിൾ മൂല്യം 84,745 ഇന്ത്യൻ രൂപയാണെന്നും നിങ്ങൾ 10,000 ഇന്ത്യൻ രൂപ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നും കരുതാം. ഇത് അനുസരിച്ച് ബാക്കി തുക കുറയും. നിങ്ങളുടെ കസ്റ്റമർ ഒന്നിലധികം ബില്ലുകൾക്ക് എതിരെ ഒരു ലംസം പേയ്മെന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 6 ബില്ലുകൾക്ക് 1,00,000 ഇന്ത്യൻ രൂപ, ആ തുക ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതിയിൽ സ്വയമേവ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിംപ്ലി ഓട്ടോ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യൂ. ഇത് പേയ്മെന്റ് ഏറ്റവും പഴയ ബില്ലുകളിൽ നിന്ന് തുടക്കം കുറിച്ച് ക്രമത്തിൽ വിതരണം ചെയ്യും, 1,00,000 ഇന്ത്യൻ രൂപ മുഴുവൻ അലോക്കേറ്റ് ചെയ്യുന്നതുവരെ. അടുത്തതായി നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കുറിപ്പുകൾക്കായി നറേഷൻ ഫീൽഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ റെസീറ്റ് കോപ്പി അറ്റാച്ച് ചെയ്യാനും കഴിയും. TDS കിഴിവ് ചെയ്തിട്ടുണ്ടെങ്കിൽ TDS തുകയും ബാധകമായാൽ TDSനുള്ള GST തുകയും ഇവിടെ നൽകാം. താമസമായ പലിശ ചാർജുകൾ, ഓവർടൈം ഫീസ് അല്ലെങ്കിൽ ബാങ്ക് ചാർജുകൾ ഉണ്ടെങ്കിൽ അവയും ഇവിടെ പറയാം. എല്ലാം പൂരിപ്പിച്ച ശേഷം സെയിൽസ് ബില്ലിനുള്ള പേയ്മെന്റ് രസീത് റെക്കോർഡ് ചെയ്യാൻ സേവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ചെക്ക് റിട്ടേൺ ഓപ്ഷനിലേക്ക് കടക്കാം. ഒരു ചെക്ക് അനാദരവായാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണത്താൽ PDC പാർട്ടിക്ക് തിരികെ നൽകേണ്ടി വന്നാൽ ഇതാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെക്ക് റിട്ടേൺ എൻട്രി സൃഷ്ടിക്കാൻ പാർട്ടി നാമം തിരഞ്ഞെടുക്കുക, ഉദാഹരണത്തിന് ലുഡേബ്ദെ. ചെക്ക് തുക നൽകുക.
ചെക്ക് നമ്പർ വ്യക്തമാക്കുക. ബാങ്ക് ചാർജുകൾ ഉണ്ടെങ്കിൽ അവ ഇവിടെ നൽകുക. റഫറൻസിനായി ഒരു നറേഷൻ ചേർക്കുക. ചെക്ക് ഒരു രസീതുമായി ലിങ്ക് ചെയ്തിരുന്നെങ്കിൽ അതും ഇവിടെ ലിങ്ക് ചെയ്യാം. എല്ലാ വിവരങ്ങളും നൽകി തുടങ്ങിയാൽ സേവ് ക്ലിക്ക് ചെയ്യുക. ഇതോടെ ചെക്ക് റിട്ടേൺ പ്രക്രിയ പൂർത്തിയാവുന്നു. അവസാനമായി നമുക്ക് ലെങ്തോ യഥാർത്ഥം എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ വൗച്ചറുകളിലെയും ലോജിസ്റ്റിക്സ് വിവരങ്ങൾ ഒരു വിൻഡോയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അതിലൂടെ നിങ്ങളുടെ വർക്ക് ഫ്ലോ വേഗത്തിലും കാര്യക്ഷമതയിലും മെച്ചപ്പെടും. മുൻപ് ചർച്ച ചെയ്തതുപോലെ ഓരോ വൗച്ചറും തുറക്കാതെ തന്നെ ഷിപ്പിംഗ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഈ സെക്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഒരു വിൻഡോയിൽ നിന്ന് തന്നെ എല്ലാ വൗച്ചറുകളിലെയും ലോജിസ്റ്റിക്സ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് 10 ഡിസ്പാച്ച് ഡോക്യുമെന്റുകളിലെയും വാഹന നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഒരുമിച്ച് ഇവിടെ നിന്ന് ചെയ്യാം. സിമ്പിളായി കേകടത തിരഞ്ഞെടുക്കുക, പിന്നെ ഡെഥ ക്ലിക്ക് ചെയ്യുക. ഈ കേസിൽ എനിക്ക് ഒരു ഡിസ്പാച്ച് റെക്കോർഡ് മാത്രമേയുള്ളൂ, അതിനാൽ ഒന്ന് മാത്രമാണ് കാണിക്കുന്നത്. തിരഞ്ഞെടുക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഷിപ്പിംഗ് ഡോക്യുമെന്റ് നമ്പർ, വാഹന നമ്പർ, ഷിപ്പിംഗ് ചാർജുകൾ, ഷിപ്പിംഗ് കമ്പനി പേര്, GST നമ്പർ, ഹേത് നമ്പർ, അക്നോളജ്മെന്റ് നമ്പർ, ഇവേ ബിൽ നമ്പർ എന്നിവ നൽകുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഓരോ വൗച്ചറും തുറക്കാതെ തന്നെ ലോജിസ്റ്റിക്സ് വിവരങ്ങൾ ബൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് എവേര മോഡ്യൂളിലേക്ക് പോവാം. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്: ഡെലിഡ എഡ്സാറ്റ്, ഡെലിഡ ധനബിഡൈറ്റ്. ഡെലിഡ ഡെബ്സാറ്റ് നിങ്ങളുടെ സെയിൽസ് ടീം അല്ലെങ്കിൽ ഏജന്റുമാർക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ ഈ ഫീച്ചർ സഹായിക്കുന്നു. ആരംഭിക്കാൻ ഒരു ടാർഗറ്റ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഇൽ എന്ന പേരിൽ ഒന്ന് സൃഷ്ടിക്കുന്നു. എല്ലാവർക്കും ഒരേ ടാർഗറ്റ് ബാധകമാണെങ്കിൽ ദുഃഖയുടെ റീഡർ എന്നത് ടിക്ക് ചെയ്യുക. ടാർഗറ്റ് ബ്രാഞ്ച് സ്പെസിഫിക് ആണെങ്കിൽ ആ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അടുത്തതായി ടാർഗറ്റ് ആർക്കാണ് എന്നത് തിരഞ്ഞെടുക്കുക. അത് സെയിൽസ്മാൻ, ഏജന്റ്, കസ്റ്റമർ പാർട്ടി എന്നിവരിൽ ഒരാളായിരിക്കാം. ഞാൻ ഗവേദ തിരഞ്ഞെടുക്കുന്നതിലൂടെ മുന്നോട്ട് പോകുന്നു. ടാർഗറ്റിന്റെ അടിസ്ഥാനവും നിങ്ങൾ നിർവചിക്കാം, അതായത് മൊത്തം സെയിൽസ്, പ്രത്യേക അറ്റങ്ങൾ, അറ്റം ഗ്രൂപ്പുകൾ, ബ്രാൻഡുകൾ എന്നിവയിൽ അടിസ്ഥാനമാക്കിയോ. നമുക്ക് ഉറവിടം തിരഞ്ഞെടുക്കാം. അതിനുശേഷം ടാർഗറ്റ് ടൈപ്പ് വ്യക്തമാക്കുക: ക്വാണ്ടിറ്റി, പാക്ക് ക്വാണ്ടിറ്റി, ഗ്രോസ് പാക്ക് ക്വാണ്ടിറ്റി, ബിൽ അമൗണ്ട്, ടാക്സ് വാല്യൂ. ഉദാഹരണത്തിന് നിങ്ങൾ കേകതെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രതിമാസം 1000 യൂണിറ്റ് എന്ന ടാർഗറ്റ് നിശ്ചയിക്കാം. ഈ ഉദാഹരണത്തിൽ ഞാൻ ബിൽ അമൗണ്ട് തിരഞ്ഞെടുക്കുന്നു. അടുത്തതായി പീരിയഡിസിറ്റിയും, ഉദാഹരണത്തിന് മാസത്തിൽ ഒരിക്കൽ, സ്ലാബുകളുടെ എണ്ണം, ഫിക്സഡ് വാല്യൂ, ഉദാഹരണത്തിന് 700,000 സെയിൽസ് എങ്കിൽ ഫിക്സഡ് ഇൻസെന്റീവ് അല്ലെങ്കിൽ ഇൻസെന്റീവ് സ്ലാബുകൾ അടിസ്ഥാനമാക്കിയോ തിരഞ്ഞെടുക്കുക. ഇൻസെന്റീവിനായി നിങ്ങൾക്ക് ഫിക്സഡ് അമൗണ്ട് അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റിക്കും ശതമാനം എന്നിങ്ങനെയും തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ടാർഗറ്റ് 100,000 ആണെങ്കിൽ ഫിക്സഡ് ഇൻസെന്റീവ് 10,000 ആകാം, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വിറ്റാൽ അവർക്ക് 5% ഇൻസെന്റീവ് ലഭിക്കും എന്നിങ്ങനെയും പറയാം. എല്ലാം പൂർത്തിയാക്കിയ ശേഷം ടെംപ്ലേറ്റ് സൃഷ്ടിക്കാൻ ഡെറ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യഥാർത്ഥ ടാർഗറ്റ് വാല്യൂകൾ നൽകാൻ കൈതയെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മാസം പ്രതി ടാർഗറ്റുകളും ഇൻസെന്റീവുകളും നൽകാൻ കോളങ്ങൾ കാണാം. ഉദാഹരണത്തിന് മെയ് മാസത്തിൽ 100,000 ടാർഗറ്റിന് 200 ഇൻസെന്റീവ് ലഭിക്കും. അപ്ഡേറ്റ് ചെയ്ത ശേഷം ടാർഗറ്റ് ഷീറ്റ് സേവ് ചെയ്യുക. ടാർഗറ്റ് മൂല്യനിർണ്ണയം: നിങ്ങളുടെ ടീം എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് വിലയിരുത്താൻ ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കുക. പീരിയഡ് തിരഞ്ഞെടുക്കുക. ഹെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് യഥാർത്ഥ സെയിൽസ് ടാർഗറ്റിനോട് താരതമ്യപ്പെടുത്തി കാണാം. ഉദാഹരണത്തിന് സെയിൽസ്മാൻ രാജിന് 100,000 ടാർഗറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഏപ്രിലിൽ അദ്ദേഹം നേടിയത് 8,474 മാത്രമാണ്. ടാർഗറ്റ് കൈവരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇൻസെന്റീവ് നൽകില്ല. ഇത് നിങ്ങളുടെ ടീമിന്റെ പ്രകടനവും ഇൻസെന്റീവ് അർഹതയും റിയൽ ടൈമിൽ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അവസാനമായി ശ്വേതയുടെ വിഭാഗത്തിലേക്ക് വരാം. നിങ്ങൾക്ക് സെയിൽസ് ഓർഡറിൽ നിന്ന് ബൾക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൾക്ക് ഇൻവോയ്സുകൾ സൃഷ്ടിക്കേണ്ടതുണ്ടെങ്കിൽ റേഡ് എന്ന ഓപ്ഷനുകൾ ഉപയോഗിക്കാം.
ഈ മോഡ്യൂൾ ഒരുമിച്ച് നിരവധി ട്രാൻസാക്ഷനുകൾ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നു, സമയം ലാഭിക്കുകയും ഡോക്യുമെന്റേഷനിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നു. അടുത്തത് ക്ഷീതരദാഗ് ആവ്രമ റേഡ് തൈര് എന്ന വിഭാഗത്തിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പാർട്ടി തിരഞ്ഞെടുക്കുന്നു, ഉദാഹരണത്തിന് ഷെയർ, കാലയളവായി നിലവിലെ മാസം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഞാൻ ഇതിനകം സൃഷ്ടിച്ച സെയിൽസ് ഓർഡറുകൾ കാണാം. ഇവയെ സെയിൽസ് ഇൻവോയ്സുകളായി മാറ്റാൻ ദവഗീത എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക മതി. സേവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രാൻസാക്ഷൻ ഏത് തീയതിയിൽ സേവ് ചെയ്യണം, ഏത് വെയർഹൌസിലാണ് ഈ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത് എന്നിങ്ങനെ 2 വിവരങ്ങൾ സിസ്റ്റം ചോദിക്കും. ഞാൻ ഇന്നത്തെ തീയതി തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ 3 സെയിൽസ് ഓർഡറുകളും സെയിൽസ് ഇൻവോയ്സുകളായി മാറ്റിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഷിഗദേവ്ദാബ് റേഡ് തൈര്, ഷിഗദേവ്ദാബ് റേഡ് തൈര്, ഷിഗദേവ്ദാബ് അർദ്ധമ റേഡ് അർദ്ധ എന്നിങ്ങനെയുള്ള മറ്റ് ബൾക്ക് ഓപ്ഷനുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എന്നത് നോക്കാം. നിങ്ങൾ ഒന്നിലധികം കമ്പനികൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിയിൽ നിന്നുള്ള സെയിൽസ് ഓർഡറുകൾ ഈ ഫീച്ചർ ഉപയോഗിച്ച് ഈ കമ്പനിയിൽ പർച്ചേസ് ഓർഡറുകളായി ആക്കി ഉപയോഗിക്കാം. തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് കമ്പനികളുടെ കോഡുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കാണാൻ കഴിയുക. കാലയളവും തീയതിയും തിരഞ്ഞെടുക്കൂ, പിന്നെ ഡോളറുകൾ കൺവേർഷനായി കാണാം. ഇങ്ങനെ ഇന്റർ കമ്പനി ട്രാൻസാക്ഷനുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. അടുത്തത് നമുക്ക് ടൈം ഷീറ്റ് അടിസ്ഥാനമാക്കിയുള്ള ബില്ലിംഗ് ഉണ്ട്. ഇത് ഒരു ചെറിയ അവലോകനമാണ്. വിശദമായ വിശദീകരണം ഈ മോഡ്യൂൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ വിവിധ ജോലികൾക്ക് ചെലവഴിച്ച മണിക്കൂറുകളും ഓരോ ജോലിക്കും അനുയോജ്യമായ മണിക്കൂർ നിരക്കും ഐറ്റം സെക്ഷനിൽ ലോഗ് ചെയ്യാം. സിസ്റ്റം മൊത്തം തുക കണക്കാക്കും, ആവശ്യമായിടത്ത് നികുതികൾ ചേർക്കാനും കഴിയും. മണിക്കൂർ അടിസ്ഥാനത്തിൽ ബിൽ ചെയ്യുന്ന സർവീസ് അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ്സുകൾക്ക് ഈ ഫീച്ചർ വളരെ ഉപകാരപ്രദമാണ്. അവസാനമായി നമുക്ക് ഇകൊമേഴ്സ് വിഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ 2 പ്രധാന ഓപ്ഷനുകളുണ്ട്: ഷോപ്പിഫൈ ഓർഡറുകളും ഇകൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് പേയ്മെന്റുകളും. നമുക്ക് ആദ്യം ഷോപ്പിഫൈ ഓർഡറുകൾ തുടങ്ങാം. നിങ്ങളുടെ ഷോപ്പിഫൈ വെബ്സൈറ്റ് അലൈൻബുക്സുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡറുകൾ നേരിട്ട് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവയെ തുടർന്ന് ഖരിത ഇൻവോയ്സുകളായി പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് ഈ സ്ക്രീനിൽ നിന്നു തന്നെ ഡിസ്പാച്ച് ചെയ്യാം. ഈ ഇൻ്റഗ്രേഷനു വേണ്ടി നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോർ നെയിമും അടിസ്ഥാന ഷോപ്പ് വിവരങ്ങളും ആവശ്യമുണ്ട്. നിങ്ങൾ തയ്യാറായാൽ സജ്ജീകരണത്തിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കും. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ എന്നതിലേക്ക് പോയി നിങ്ങളുടെ സ്റ്റോർ നെയിമും കാലാവധിയും തിരഞ്ഞെടുക്കുക. ഓർഡറുകൾ ഡൗൺലോഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. ഓർഡറുകൾ ഫെച്ച് ചെയ്ത ശേഷം നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ ലഭിച്ചോ തിരഞ്ഞെടുക്കുകയും അവയെ അലൈൻ ബുക്സിൽ ഓർഡറുകളായി മാറ്റുകയും ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ഓർഡറും തിരഞ്ഞെടുത്ത് സോഫ്റ്റ്വെയറിൽ സാധാരണ സെയിൽസ് ഓർഡറുകളായി മാറ്റാൻ കഴിയും. ആവശ്യമായാൽ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഓർഡർ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഉണ്ട്. മറ്റൊരു വഴിയായി നിങ്ങൾക്ക് ഓർഡറിൽ നിന്ന് നേരിട്ട് ഒരു ടെറർ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അനുയോജ്യമായ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കാലാവധി തിരഞ്ഞെടുക്കുകയും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യേണ്ട രാജ്യവും തിരഞ്ഞെടുക്കുകയും തുടർന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ ടെറർ ഓർഡറുകൾ ടെറർ ഇൻവോയ്സുകളായി മാറ്റും. ഇപ്പോൾ യഥാർത്ഥ ഹോസ്റ്റിംഗിനെക്കുറിച്ച് പറയുമ്പോൾ നിലവിൽ സിസ്റ്റം ഷോപ്പിഫൈ, വൂകോമേഴ്സ്, ഇസിഎംഡ എന്നിവയിൽ നിന്നുള്ള ഓർഡറുകൾ പിന്തുണയ്ക്കുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾ അലൈൻബുക്സിലെ ഇകൊമേഴ്സ് വിഭാഗത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. കോൺഫിഗറേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് മെഡൽരിദ എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഷോപ്പിഫൈ ഇൻ്റഗ്രേഷൻ ഓപ്ഷൻ കാണാം. യഥാർത്ഥ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഷോപ്പിന്റെ വിശദാംശങ്ങൾ കൂടാതെ മറ്റ് ആവശ്യമായ ചില ഫീൽഡുകളും നൽകുകയും രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഷോപ്പിഫൈ അല്ലെങ്കിൽ ഇകൊമേഴ്സ് ഓർഡറുകൾ അലൈൻബുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാനുള്ള പൂർണ്ണ പ്രക്രിയ ഇതാണ്. ഇതോടെ നാം സെയിൽസ് മോഡ്യൂൾ സമാപിപ്പിക്കുന്നു. ഈ വിഭാഗത്തിലെ ഓരോ ഓപ്ഷനും ഡോക്യുമെന്റും നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാണുന്നതിനും നിങ്ങളുടെ അക്കൗണ്ടിംഗ് പരിഹാരമായി അലൈൻബുക്സ് തിരഞ്ഞെടുക്കുന്നതിനും നന്ദി.